നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ പ്രവേശനം നേടിയവരും പ്രവേശനം നേടാത്തവരുമായ 1000 കുട്ടികൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇഗ്നോ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ പൂർത്തിയായ ഈ സന്ദർഭത്തിൽ ഈ സെഷനിലെ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥിനികൾക്ക് അതുപോലെ തന്നെ ഇനി അഡ്മിഷൻ നേടാനുള്ള വിദ്യാർത്ഥിനികൾക്ക് ഒരു കൈത്താങ് നൽകുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ലൈവായി നിങ്ങളുമായി സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടുപോകുന്ന ഒരു ലൈവ് പ്രോഗ്രാമാണ്. പ്രധാന ഉദ്ദേശം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മോഡസ് ഓപ്പറാൻഡി അഥവാ പ്രവർത്തന രീതികൾ, ഇഗ്നോയിലെ അഡ്മിഷൻ കഴിഞ്ഞാൽ ഇനി എന്ത്, ഞങ്ങൾ വിദ്യാർത്ഥികൾ ഓരോ സന്ദർഭത്തിലും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ പഠന പ്രക്രിയ എങ്ങനെയാണ്, അഡ്മിഷൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്ലാസുകൾ എങ്ങനെയാണ് കിട്ടുക, ഇഗ്നോയിലെ മറ്റു ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി അക്കമിട്ട് പ്രതിപാദിക്കുന്ന സയന്റിഫിക് പ്രോഗ്രാമാണ് ഈ വിർച്വൽ ഇൻഡക്ഷൻ മീറ്റിംഗ് എന്നോ ഓറിയന്റേഷൻ മീറ്റിംഗ് എന്നോ ഫെമിലിയറൈസേഷൻ മീറ്റിംഗ് എന്നോ നമുക്ക് ഈ വീഡിയോയിൽ ഈ ഡിസ്കഷൻസിനെ പറയാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ലൈവിൽ ചാറ്റ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിക്കാവുന്നതാണ്. വന്നവർ നിങ്ങൾ ഇപ്പോൾ വീഡിയോ ലൈവായിട്ടുള്ളവർ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. വീഡിയോയിൽ വന്നുകൊണ്ടിരിക്കുന്നവർ നിർബന്ധമായും നിങ്ങളുടെ പേര്, നിങ്ങൾ ഏത് പ്രോഗ്രാമാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഏതാണ് എന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തിയാൽ വളരെ നല്ല ഒരു പ്രവർത്തനമായിരിക്കും. താങ്കൾക്ക് വേണ്ടി താങ്കളുടെ കുറെ ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അത് 1 by 1 ആയി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെഷൻ കൂടാതെ ഇതിനു മുമ്പ് അഡ്മിഷൻ നേടിയവരും ഇപ്പോൾ ചില കുട്ടികൾ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്ന് കൃത്യമായ മാർഗനിർദ്ദേശമില്ലാതെ പല കുട്ടികളും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്നു, അഥവാ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഗ്നോയിൽ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിക്ക് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നൽകിയിരിക്കുന്ന റാങ്ക് A++ റാങ്കാണ്. A++ റാങ്ക് എന്ന് പറയുമ്പോൾ 1000-ൽ കൂടുതൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് 1000-ൽ കൂടുതൽ മാനദണ്ഡങ്ങൾ, അതിൽ പ്രത്യേകിച്ച് എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ, സ്കൂൾസ് അഥവാ അതിന്റെ ഡിപ്പാർട്ട്മെന്റ്, ഫെസിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, എക്സാമിനേഷൻ മോഡ്, സർട്ടിഫിക്കേഷൻ വാല്യൂ, ഇതിനെല്ലാം ഉപരിയായിക്കൊണ്ട് അവ കൈകാര്യം ചെയ്യുന്ന കരിക്കുലം, അവ ഉപയോഗിക്കുന്ന സിലബസ്, അതിലുള്ള ഫാക്കൽറ്റി, മാത്രമല്ല ലൈബ്രറി ഫെസിലിറ്റി, ലാബ് ഫെസിലിറ്റി, ഇങ്ങനെ 18-ൽ കൂടുതൽ മേഖലകളിലെ 1000-ൽ കൂടുതൽ ചോദ്യങ്ങളിലൂടെ കടന്നു വന്ന് ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്തിയിട്ടുള്ളതാണ് ഇഗ്നോ. അപ്പൊ അതിലെല്ലാം തന്നെ പോസിറ്റീവ് സെൻസ് ആണ് നമ്മൾ ഇഗ്നോയിൽ കാണുന്നത്. കേരളത്തിലെ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്ക് മാത്രമാണ് റീ അക്രഡിറ്റേഷനിൽ ഈ ഒരു റാങ്ക് A++ കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും റാങ്കുകൾ, ഞാൻ നമ്മുടെ പരമ്പരാഗത യൂണിവേഴ്സിറ്റികളെ കുറ്റപ്പെടുത്തി പറയുന്നത് ശരിയല്ലല്ലോ, അത് നമ്മുടെ ജീവനായ യൂണിവേഴ്സിറ്റികളാണ്. അതുകൊണ്ട് തന്നെ അവയുടെ റാങ്കുകൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇഗ്നോയിൽ 1 by 1 ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇനി ഞാൻ ഈ വീഡിയോയിൽ കുറച്ചും കൂടി ആഴത്തിൽ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ള, ഞാൻ ഈ 2 രീതിയിലാണ് നമ്മളുടെ മുമ്പിൽ കുട്ടികളുള്ളത്. ഒന്ന് അഡ്മിഷൻ നേടിയവർ, ഇപ്പോൾ അഡ്മിഷൻ നേടിയവർ, മുമ്പ് അഡ്മിഷൻ നേടിയവർ, അങ്ങനെ അഡ്മിഷൻ നേടിയവർ. മറ്റൊന്ന് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ.
ഇങ്ങനെയുള്ള രണ്ട് വിഭാഗം ആളുകളെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്, നിങ്ങളുടെ എല്ലാ ഇൻഫർമേഷനും ഞാൻ ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായും ഞാൻ തരുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ കൃത്യമായി ഒരു പേനയും ബുക്കോ, നോട്ട്ബുക്ക് തന്നെയാണ് ഏറ്റവും നല്ലത്, എഴുതിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഇതൊരു ഓൺലൈൻ ക്ലാസ് തന്നെയാണ്, ഒരു വിർച്വൽ ക്ലാസ് തന്നെയാണ് ഈ 1.5 മണിക്കൂർ തരുന്നത്. അത് നിങ്ങൾ കൃത്യമായി എഴുതിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല ഗുണം താങ്കൾക്ക് വന്നിട്ടുണ്ടാവും. ഇഗ്നോയില് നിങ്ങൾ ഒരു അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ സ്വാഭാവികമായും 10 അക്ക എൻറോൾമെന്റ് നമ്പർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആദ്യം നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അപ്ലിക്കേഷൻ ഫോമിന്റെ ഏറ്റവും മുകളിൽ എസ് എന്നുള്ള അക്ഷരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരു കൺട്രോൾ നമ്പറാണ്. താങ്കളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു നമ്പറാണ് കൺട്രോൾ നമ്പർ. അത് കഴിഞ്ഞതിന് ശേഷം താങ്കളെ ഒരു പ്രത്യേക ഇഗ്നോയുടെ പട്ടികയിൽ, ഇഗ്നോയിലെ രജിസ്റ്ററിൽ, നമ്മൾ സ്കൂളിലെ പട്ടിക എന്നാണല്ലോ പറയുക, രജിസ്റ്റർ, അറ്റൻഡൻസ് രജിസ്റ്റർ പോലെ ഇവിടെ ഇഗ്നോയുടെ വലിയ ആ രജിസ്റ്ററിൽ താങ്കളെ എൻറോൾ ചെയ്യും, താങ്കളെ ഉൾക്കൊള്ളിക്കും. അപ്പോൾ താങ്കൾക്ക് അനുവദിക്കപ്പെടുന്ന 10 അക്ക ഡിജിറ്റാണ്, നമ്പറാണ് എൻറോൾമെന്റ് നമ്പർ. അപ്പൊ നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞു വച്ചിരിക്കണം എൻറോൾമെന്റ് നമ്പർ. എൻറോൾമെന്റ് നമ്പർ എന്താണ് എന്ന് അറിയാൻ ഇപ്പോൾ നിങ്ങൾ ഒന്ന് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. താങ്കളുടെ അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം, ആദ്യം അഡ്മിഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇഗ്നോയില് നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഇന്നത് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ടാവും. മാത്രമല്ല അതിനുശേഷം താങ്കളുടെ പ്രവർത്തനത്തിൽ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള വെരിഫിക്കേഷന്റെ ആവശ്യമുണ്ട് എങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള എറർ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള പിശകുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡിസ്ക്രിപ്പൻസി അഥവാ അപാകത എന്നുള്ളതിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. ആ അപാകത പരിഹരിക്കാൻ താങ്കൾക്ക് കഴിയില്ല എങ്കിൽ എംനോട്സ്, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ വിദഗ്ധരായ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ താങ്കൾ ചെയ്യേണ്ടത് താങ്കളുടെ എൻറോൾമെന്റ് നമ്പർ കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആ എൻറോൾമെന്റ് നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്പൻസി കഴിഞ്ഞ് അതെല്ലാം ആപ്റ്റ് ആക്കിയതിന് ശേഷം കൃത്യമായി താങ്കൾക്ക് ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ എന്ന് പറയുന്ന ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ. ആ മെസ്സേജ് വാട്സാപ്പിൽ നിർബന്ധമായും നിങ്ങൾ അത് സൂക്ഷിച്ചു വെക്കുക. നിങ്ങളുടെ ഇമെയിലാണ് അത് വന്നിട്ടുണ്ടാവുക. പറ്റുകയാണെങ്കിൽ ആ ഇമെയിലിൽ വന്നിരിക്കുന്ന ആ മെസ്സേജ് അതുപോലെ എനിക്ക് ഇമെയിലിൽ അയച്ചു തരിക. എൻ്റെ ഇമെയിൽ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ ഇമെയിൽ ID പറഞ്ഞു തരാം. ഒഫീഷ്യൽ ഇമെയിൽ ID KMMM65@gmail.com. ഞാനിവിടെ ചാറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുന്നതായിരിക്കും. KMMM65@gmail.com. അപ്പൊ ഈ മെയിലിലേക്ക് താങ്കൾ നിർബന്ധമായും താങ്കൾക്ക് എന്തെങ്കിലും ഞാനുമായി മെയിലിലൂടെ അറിയിക്കാൻ ഉണ്ട് എങ്കിൽ ഈ മെയിൽ താങ്കൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എംനോട്സിന്റെ ഔപചാരികമായ ഇമെയിലാണ് KMMM65@gmail.com. വാട്സപ്പിലെ 7012461727 നമ്പറിലേക്ക് താങ്കൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. താങ്കൾക്ക് എന്താണോ ഇമെയിൽ വന്നിരിക്കുന്നത് ആ ഇമെയിലിൽ താങ്കൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ആ ഇമെയിൽ അതുപോലെ ഫോർവേഡ് ചെയ്ത് എനിക്ക് ഈ മെയിലിലേക്ക് അയച്ചു തന്നാൽ താങ്കളുടെ ഇഷ്യൂസസ് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിന് പരിഹരിക്കാനുള്ളത് ചെയ്തു തരാം. അപ്പൊ അവിടെ സ്വാഭാവികമായും താങ്കൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്തായിരിക്കും? എൻറോൾമെന്റ് നമ്പർ, 10 അക്ക എൻറോൾമെന്റ് നമ്പർ. ആ എൻറോൾമെന്റ് നമ്പറിനെ നമുക്ക് അനാലിസിസ് ചെയ്യാം. ആദ്യത്തെ 4 അക്കം വർഷത്തെയും മാസത്തെയും സൂചിപ്പിക്കുന്നു. 2303, 2304, 2305, 2306 മുതൽ 2312 വരെ ഈ 4 അക്കം വന്നാൽ അതൊക്കെ ജൂലൈ 2023 സെഷനാണ് എന്ന് മനസ്സിലാക്കുക. എംനോട്സിൽ അഡ്മിഷൻ എടുത്തവർ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഉപയോഗിക്കേണ്ട വാക്ക്, സർ ഞാൻ ഇന്ന കോഴ്സ് ചെയ്യുന്ന, ഇന്ന പ്രോഗ്രാം ചെയ്യുന്ന, ഇന്ന എൻറോൾമെന്റ് നമ്പർ ഉള്ള ആളാണ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 4 അക്കം മാത്രം പറയുക.
ആദ്യത്തെ 4 അക്കം പറയുമ്പോൾ താങ്കൾ ഏത് സെഷനിലെ കുട്ടിയാണ് എന്ന് എനിക്ക് മനസ്സിലാവും. ഈ 2300 എന്നുള്ള നമ്പർ ആണെങ്കിൽ 2301 എന്നാണെങ്കിൽ നിങ്ങൾ ജാനുവരി 23 സെഷനിലെ കുട്ടിയാണ് എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പൊ ആ എൻറോൾമെന്റ് നമ്പറിലെ ആദ്യത്തെ 4 അക്കം കൃത്യമായി താങ്കൾ അറിയിക്കുക. താങ്കൾക്ക് തുടർന്ന് എന്താണ്, അപ്പൊ ഒരുപാട് ഇഷ്യൂസസ് അവിടെ ഒഴിവായി കിട്ടുകയാണ്. ആ എൻറോൾമെന്റ് നമ്പർ നിർബന്ധമായും മൊബൈലിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്ത് താങ്കൾ സൂക്ഷിച്ചു വെക്കുക. എല്ലായ്പ്പോഴും നോട്ട്സുമായോ മുബാറക് മാസ്റ്ററുമായോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എൻറോൾമെന്റ് നമ്പർ താങ്കൾ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കണം. ആ എൻറോൾമെന്റ് നമ്പർ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ എടുത്തപ്പോൾ അതിൽ റീജിയണൽ സെന്റർ പറഞ്ഞിട്ടുണ്ട്. ആ റീജിയണൽ സെന്റർ ഏതാണ് എന്നും റീജിയണൽ സെന്ററിലെ കോഡ് എന്താണ് എന്നും യൂണിവേഴ്സിറ്റി ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. അത് വ്യക്തമായി മനസ്സിലാക്കണം. അതൊക്കെ എഴുതിയെടുക്കുക. റീജിയണൽ സെന്ററിന്റെ ഇമെയിൽ അഡ്രസ്, റീജിയണൽ സെന്ററിന്റെ പോസ്റ്റൽ അഡ്രസ് കൃത്യമായി അത് എഴുതിയെടുക്കുക. റീജിയണൽ സെന്ററിന്റെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സ്റ്റഡി സെന്ററിന്റെ കോഡ് മനസ്സിലാക്കി വെക്കുക. സ്റ്റഡി സെന്ററിന്റെ ഇമെയിൽ അഡ്രസ് മനസ്സിലാക്കി വെക്കുക. സ്റ്റഡി സെന്ററിന്റെ കോർഡിനേറ്റർ ആരാണ് എന്ന് മനസ്സിലാക്കുക. അവരുടെ മൊബൈൽ നമ്പർ, ഫോൺ നമ്പർ വാങ്ങിച്ചു വെക്കുക. അവരുടെ ഇമെയിൽ അഡ്രസ്സും വാങ്ങിച്ചു വെക്കുക. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ബന്ധപ്പെട്ട റീജിയണൽ സെന്ററിന്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ കണ്ടെത്തണം, ട്വിറ്റർ അക്കൗണ്ട് കണ്ടെത്തണം, യൂട്യൂബ് ചാനൽ കണ്ടെത്തണം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഒരു 60% താങ്കൾ സ്വയം പര്യാപ്തത നേടി എന്നാണ്. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ സ്വയം ഒന്ന് ചെക്ക് ചെയ്യണം. രജിസ്ട്രേഷൻ ഡീറ്റെയിലിലെ ആദ്യത്തെ 30 ദിവസത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻ ഉണ്ട് എങ്കിൽ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസപ്പെടുക, അച്ഛന്റെ പേരിന് പകരം ചിലപ്പോ ഭർത്താവിന്റെ പേര് കയറി വരിക, ഭർത്താവിന്റെ പേരിന് പകരം അമ്മയുടെ പേര് ചിലപ്പോൾ കയറി വരിക, അങ്ങനെയൊക്കെ ചെറുതായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നേരിട്ട് എല്ലാം തന്നെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലോ മുബാറക് മാസ്റ്ററോ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസോ അല്ല താങ്കൾക്ക് അഡ്മിഷൻ എടുത്ത് തരുന്നത്. പലപ്പോഴും ഈ പുതിയ ആവേശം കൊണ്ട് കുറെ ചെറിയ കുട്ടികൾ ഇപ്പൊ ഈ ഒരു പേരില് ഓൺലൈൻ അക്കാഡമി എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരിൽ ഓരോരുത്തരും ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അവര് കുറെ പ്ലസ് ചേർത്തിട്ടുകൊണ്ടും കുറെ ഫ്യൂച്ചർ പറഞ്ഞതുകൊണ്ടും അങ്ങനെ കുറെ പുതിയ കുട്ടിക്കൂട്ടങ്ങൾ കുറെ വന്നിട്ട് ആകെ ഈ പ്രസ്ഥാനത്തെ കുളമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അൺനെസസറി ഫീസ് ഒക്കെ വാങ്ങിച്ച് അവർ പല തരത്തിലുള്ളതിന് 18,000 രൂപ 20,000 രൂപ അഡീഷണൽ ഫീസ് വാങ്ങിച്ച് വിദേശത്തുള്ളവരെയൊക്കെ ഒരുപാട് വിഷമിപ്പിക്കുന്ന കുറെ സംഗതികൾ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എന്റെ മുമ്പിൽ പലപ്പോഴും വരാറുണ്ട്. അവർ എന്ത് ചെയ്യണം? സത്യത്തിൽ MCA പഠിക്കുന്ന കുട്ടി അടക്കം ഇത്തരത്തിലുള്ള ട്രാപ്പുകളിൽ പോയി പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. അപ്പം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 പറയുന്ന പ്രകാരം നിങ്ങളുടെ എല്ലാ മെത്തഡോളജി അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റുഡന്റ് ഹാൻഡ് ബുക്ക് ലഭിക്കും. ആ സ്റ്റുഡന്റ് ഹാൻഡ് ബുക്ക്, അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് വിവിധ സോഷ്യൽ മീഡിയയിലൂടെ, ഇമെയിലിലൂടെ, മെസ്സേജിലൂടെ നിങ്ങൾ കൈപ്പറ്റണം, അല്ലെങ്കിൽ റീജിയണൽ സെന്ററിൽ നിന്ന് വാങ്ങിച്ചിരിക്കണം. അതുപോലെ തന്നെ സ്റ്റുഡൻസ് മെറ്റീരിയൽ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിവിഷനിൽ നിന്ന് താങ്കൾക്ക് സോഫ്റ്റ് കോപ്പി ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. സ്റ്റഡി മെറ്റീരിയൽസ് അതിനെ ഇഗ്നോയുടെ ഗ്യാൻ ഘോഷ് എന്നുള്ള ലിങ്കിലേക്ക് പോയാൽ മതി. അത് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് വേണമെങ്കിൽ ഞാൻ ക്ലിയർ ആയി പറഞ്ഞു തരാം. വോയിസ് ക്ലിയർ ആകുന്നില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. എൻ്റെ സ്ട്രീമിൽ കൃത്യം തന്നെയാണ്. നിങ്ങൾ റേഞ്ചിൽ കറക്റ്റായി പോകണം. റേഞ്ചിൽ എന്തെങ്കിലും വോയിസ് പ്രശ്നമുണ്ട് എങ്കിൽ എനിക്കൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കൃത്യമായി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. കാരണം ഇതൊരു ലൈവ് പ്രോഗ്രാം ആയതുകൊണ്ട് വോയിസിൽ എന്തെങ്കിലും ഒരു അപര്യാപ്തത ഉണ്ട് എങ്കിൽ അത് വളരെ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ വോയിസ് ക്ലിയർ ആണ് എന്ന് ഒന്നും കൂടി ഉറപ്പുവരുത്തുക. വോയിസ് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു തംബ്നെയിൽ ഒരു ഇമോജി എനിക്കൊന്ന് അയക്കുക, അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ക്ലിയർ എന്നുള്ള ഒരു ഇൻഫർമേഷൻ ദയവ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം നിങ്ങളുടെ റീജിയണൽ സെന്റർ, സ്റ്റഡി സെന്റർ കോഡുകൾ മനസ്സിലാക്കി, അഡ്രസ്സുകൾ മനസ്സിലാക്കി, ഇമെയിൽ അഡ്രസ്സ് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടെ പുസ്തകങ്ങൾ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ പ്രത്യേകിച്ച് വേറെ എവിടെയും പോകേണ്ടതില്ല. ഇഗ്നോയുടെ ഹോം പേജ്
ഇഗ്നോയുടെ ഹോം പേജിലേക്ക് നമ്മൾ പോകുന്നു. ഇഗ്നോയുടെ ഹോം പേജിലെ ഒന്നാമത്തെ ലിങ്കിൽ തന്നെ നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇഗ്നോ ഇപ്പൊ കുറച്ച് സമയമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് പേജ് മൊത്തം ഡൗൺ ആണ്. കാരണം പൂജ ഹോളിഡേയ്സ് മറ്റുള്ള കുറെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ഇടയിൽ, അത് പ്രശ്നങ്ങളല്ല, ആഘോഷവുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ളപ്പോൾ ഓഫീസ് പൊതുവെ മുടക്കമായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് കിട്ടാത്ത കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിൽ തന്നെ ഹോം പേജിലെ ഈ ഗ്യാൻ ഘോഷ് എന്നുള്ള ലിങ്ക് നമുക്ക് അവിടെ ലഭ്യമാണ്. ഈ ഗ്യാൻ ഘോഷ്, ആ ഈ ഗ്യാൻ ഘോഷിന്റെ അകത്തേക്ക് പോയി നിങ്ങൾക്ക് 1 by 1 ആയി ഡോക്യുമെന്റുകൾ ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ അത് അറിയണമെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഏത് ഡിവിഷനിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കണം, ഏത് ഗ്രൂപ്പിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കണം, അഥവാ ഏത് ഡിപ്പാർട്ട്മെന്റിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കണം. ഇഗ്നോയ്ക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ അതിലുള്ള ഡിപ്പാർട്ട്മെന്റിലെ പ്രത്യേകിച്ച് പറയുകയാണ് എങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വളരെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, സയൻസ് എഡ്യൂക്കേഷൻ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, മാനേജ്മെന്റ് സ്റ്റഡീസ്, ഹെൽത്ത് സയൻസസ്, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, അഗ്രികൾച്ചർ, ലോ, ജേർണലിസം ആൻഡ് ന്യൂ മാസ് മീഡിയ, ന്യൂ മീഡിയ സ്റ്റഡീസ്, ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സർവീസ് മാനേജ്മെന്റ്, ഇന്റർഡിസിപ്ലിനറി ആൻഡ് ട്രാൻസ്ഡിസിപ്ലിനറി സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, vocational education and training, extension and development studies, foreign languages, translation studies and training, അതുപോലെ തന്നെ പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ് എന്ന് പറയുന്ന പല മേഖലകളിലും നമ്മൾ ഇവിടെ കടന്നു ചെല്ലുകയാണ്. ഈ ഏതാണ് നിങ്ങളുടെ ഡിസിപ്ലിൻ, നിങ്ങളുടെ ഏതാണ് സ്കൂൾ, ഏതാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് മനസ്സിലാക്കി ആ ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് PG പ്രോഗ്രാം ആണോ, കറണ്ട് പ്രോഗ്രാം ആണോ, ആർച്ചീവ്ഡ് പ്രോഗ്രാം ആണോ, UG പ്രോഗ്രാം ആണോ, ഏതാണ് താങ്കൾ ചെയ്യുന്നത് എന്ന് വളരെ നന്നായി മനസ്സിലാക്കി വെക്കുക. അങ്ങനെ മനസ്സിലാക്കി വെക്കുന്നത് അനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രജിസ്ട്രേഷൻ ഡീറ്റെയിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പൊ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽ ഡൗൺലോഡ് ചെയ്ത് എടുത്തതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബുക്കുകൾ, സ്റ്റഡി മെറ്റീരിയൽസ് ക്യാഷ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും, ഇഗ്നോയിൽ ചേർന്നാലും ചേർന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഗ്യാൻ ഘോഷിലാണ് നമുക്ക് ഇതിന്റെ ലിങ്കുകൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അക്കാഡമിക് പ്രോഗ്രാം ഇഗ്നോ നൽകുന്നത്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, അപ്രീസിയേഷൻ പ്രോഗ്രാം തരുന്നത്, ഇതിലെല്ലാം തന്നെ 6 കാര്യങ്ങളാണ് ഇഗ്നോ പ്രധാനപ്പെട്ട് നമുക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി നമുക്ക് നൽകുന്നത്. അതിന്റെ സർട്ടിഫിക്കേഷൻസിന്റെ വില, അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് ഓഫ് യുവർ സ്കിൽ, അതുപോലെ അക്വിസിഷൻ ഓഫ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്കുള്ള വ്യക്തിത്വ വികസനം, നിങ്ങളുടെ പ്രൊഫഷണൽ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഉയർച്ച, അതുപോലെ തന്നെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്, ഇതെല്ലാം ഇഗ്നോ നമുക്ക് അറിയാതെ തന്നെ തരികയാണ്. ഒപ്പം തന്നെ സെൽഫ് എൻറിച്ച്മെന്റ് നൽകുകയാണ്. ഓരോ പ്രോഗ്രാമിലൂടെ, ഓരോ കോഴ്സിലൂടെ നിങ്ങളെ സ്വായത്തമാക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ആർജിച്ചെടുക്കുന്നത് ഒരു സെൽഫ് റിലയൻസ് ആണ്, സെൽഫ് എൻറിച്ച്മെന്റ് ആണ്. ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് അപ്ഡേഷൻ ഓഫ് നോളജ് നമുക്ക് ഇഗ്നോ വളരെ മനോഹരമായി നൽകുന്നു എന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം തന്നെ താങ്കളെ എംപവർ ചെയ്യാനാണ്, ശാക്തീകരിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ കോഴ്സ് ഇഗ്നോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നൂതനമായ പല ആശയങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതിനെ മനസ്സിലാക്കുന്ന തരത്തിലാണ്. നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായ രീതിയിലാണ് ഇഗ്നോ അതിന്റെ കൗൺസിലിംഗ് ക്ലാസ്സസ് നൽകുന്നത്. കൗൺസിലിംഗ് ക്ലാസ്സസ് ഇപ്പൊ നൽകിക്കൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ഫേസ് ടു ഫേസ് ക്ലാസ് ആയും ഓൺലൈനായും നൽകിക്കൊണ്ടിരിക്കുന്നു. ഓൺലൈനായിട്ട് നൽകുന്നത് ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നെ ഇഗ്നോയുടെ യൂട്യൂബ് അക്കൗണ്ട്, എംനോട്ട്സ് ഹെൽപ്പ് ഡെസ്ക് അക്കൗണ്ട് താങ്കൾക്ക് വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നൽകുന്ന ക്ലാസുകൾ താങ്കൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. നമ്മളുടെ ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ, ഗൈഡുകൾ, അഡീഷണൽ സ്റ്റഡി മെറ്റീരിയൽ കൂടാതെ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ കിട്ടാൻ ഞാൻ നേരത്തെ തന്നിട്ടുള്ള ആ നമ്പറിൽ, ആ ഇമെയിലിൽ കോൺടാക്ട് ചെയ്താൽ മതി. 7012461727 നമ്പറിലേക്ക് പോവുകയാണെങ്കിൽ താങ്കൾക്ക് ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ ലഭ്യമാണ്. ഏറ്റവും നല്ല ഗുണപ്രദമായ 10 ചേരുവകൾ ഉള്ളതാണ് ആ റെഫറൻസ് മെറ്റീരിയൽ എന്ന് മനസ്സിലാക്കുക.
അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കൗൺസിലിംഗ് സെഷൻ 4 ക്രെഡിറ്റ് ഉള്ളതിന് 5 ക്ലാസ് കിട്ടും. ഈ 5 ക്ലാസ്സിന് പകരം 500 ക്ലാസ്സുകൾ ഓൾറെഡി ഓൺലൈനിൽ നമുക്ക് ലഭ്യമാണ്. അതിനൊന്നും നിങ്ങൾ ഫീസ് കൊടുക്കേണ്ടതില്ല. ഫീസ് കൊടുത്ത് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ആപ്പ് മുഖേന ക്ലാസ് തരാൻ ഏറ്റവും കുറഞ്ഞ ഫീസിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കണ്ടന്റുകൾ അതുപോലെ തന്നെ നൽകുന്ന നല്ല ഫാക്കൽറ്റീസ് ഉള്ളത് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അപ്പൊ അവ നിങ്ങൾക്ക് ഗുണപ്രദമാണ്. 5 ക്ലാസ് ഓൺലൈനിലൂടെയോ ഓഫ്ലൈനിലൂടെയോ നിങ്ങളുടെ റീജിയണൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സ്റ്റഡി സെന്ററിലൂടെ താങ്കൾക്ക് ലഭിക്കും. 4 ക്രെഡിറ്റിന് 5 ക്ലാസ്, 6 ക്രെഡിറ്റ് ആണെങ്കിൽ 8 ക്ലാസ്, 8 ക്രെഡിറ്റ് ആണെങ്കിൽ 10 ക്ലാസ് ആണ് കിട്ടുക. ഒരു ക്ലാസ് എന്ന് പറയുന്നത് 2 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ് ആണ്. ഈ 2 മണിക്കൂർ ക്ലാസ് ദൈർഘ്യമുള്ള 10 ക്ലാസുകൾ അഥവാ 20 മണിക്കൂർ കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ പഠന പ്രവർത്തനം തീരുന്നില്ല. 320 മണിക്കൂർ ഉണ്ടെങ്കിലേ നിങ്ങളുടേത് പൂർണ്ണമായി പൂർത്തിയാവുകയുള്ളൂ. അങ്ങനെ പൂർണ്ണമായി പൂർത്തിയാ നിങ്ങൾക്ക് ഒരു ചെറിയ കൈഗ്രോ നൽകുന്നത് നേരിട്ട് ക്ലാസ്സുകളായി അല്ല. നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ സ്വയമേ പഠിച്ച് മനസ്സിലാക്കി അത് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ അക്കാഡമിക് കൗൺസിലറോട് ചോദിക്കുന്ന രൂപത്തിലാണ് ഇഗ്നോ അതിനെ വിഷൻ ചെയ്തു വച്ചിരിക്കുന്നത്, അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡയറക്റ്റ് കോണ്ടാക്ട് ക്ലാസ് എന്ന് പറയാതെ അക്കാഡമിക് കൗൺസിലിംഗ് ക്ലാസ്, അക്കാഡമിക് പഠന സംബന്ധിയായ കൗൺസിലിംഗ് കൈത്താങ് ക്ലാസ്. അപ്പൊ നിങ്ങൾക്ക് പഠന സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് ക്ലാസുകൾ ഇഗ്നോ നൽകുക. അല്ലാതെ ആ ഒരു ക്ലാസുകൾ മാത്രമുണ്ടെങ്കിൽ ഒരിക്കലും താങ്കൾക്ക് പൂർണ്ണതയിൽ എത്താൻ കഴിയുകയില്ല. മാത്രമല്ല MBA, MCA, MA സൈക്കോളജി ഇതിന്റെയൊക്കെ പേരിൽ നാട്ടിൽ ഒരുപാട് ഫീസ് വാങ്ങുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് കേട്ടോ. അവയൊക്കെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് സ്വയം പര്യാപ്തത ചെയ്യാൻ സ്വന്തമായി ചെയ്യാനുള്ളത് തന്നെ ധാരാളമാണ്. ഇത്തരത്തിലുള്ള MBA, MCOM, അതുപോലെ തന്നെ MA ഇംഗ്ലീഷ്, BA ഓണേഴ്സ് പ്രോഗ്രാം, BA ജനറൽ പ്രോഗ്രാം, ഇതിന്റെ എല്ലാം ക്ലാസുകൾ വളരെ ഭംഗിയായി ഇന്ത്യയിൽ ഏറ്റവും ചുരുങ്ങിയ ഫീസിലെ ആപ്പ് മുഖേന എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവയിലെ നല്ല ക്ലാസുകൾ താങ്കൾക്ക് എന്നും ലഭ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇത് കൂടാതെ ചാനൽ ബേസ്ഡ് കൗൺസിലിംഗ് സെഷൻസ് ഇഗ്നോ നൽകുന്നുണ്ട്. ഈ കൗൺസിലിംഗ് ക്ലാസ് ചാനലിൽ, അതായത് നമ്മുടെ സ്വയംപ്രഭ DTH ചാനൽ ഉണ്ടല്ലോ, നാഷണൽ കോർഡിനേറ്റർ NEPയുടെ റെക്കമെൻഡേഷൻ ആണിത്. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലെ അതുപോലെ തന്നെ BAG പ്രോഗ്രാമിന്റെ എല്ലാ പ്രോഗ്രാമുകളുടെയും ഇംഗ്ലീഷ് ആണെങ്കിൽ MA ഇംഗ്ലീഷ്, BA ഇംഗ്ലീഷ് ഓണേഴ്സ്, അതുപോലെ തന്നെ BSW, MSW, MA സൈക്കോളജി, BA സൈക്കോളജി, MA സോഷ്യോളജി, BA സോഷ്യോളജി, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, റൂറൽ ഡെവലപ്മെന്റ്, എക്കണോമിക്സ്, ഇതിന്റെ എല്ലാം തന്നെ UG PG പ്രോഗ്രാമുകൾ എല്ലാം തന്നെ ചാനൽ ബേസ്ഡ് കൗൺസിലിംഗ് സെഷൻസ് താങ്കൾക്ക് സ്വയംപ്രഭ ചാനലിലൂടെ ഇഗ്നോ നൽകുന്നു. ഇഗ്നോ സ്വയംപ്രഭ ചാനലിന്റെ പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷനിലെ 6 പാർട്ട്ണർമാരിൽ ഒരു പാർട്ട്ണറാണ്. 4 പ്രത്യേക DTH ചാനൽ ഇഗ്നോയ്ക്ക് ഉണ്ട്. ചാനൽ 17, 18, 19, 20 ഇഗ്നോയ്ക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാ തരത്തിലും മാനേജ്മെന്റ്, ഹ്യൂമാനിറ്റീസ്, ആർട്സ്, അഗ്രികൾച്ചർ, ടെക്നിക്ക് എല്ലാറ്റിന്റെയും നിങ്ങൾക്ക് ക്ലാസുകൾ ഈ ചാനൽ ബേസ്ഡ് കൗൺസിലിംഗ് ക്ലാസുകൾ നൽകുന്നു. ഇത് കൂടാതെ തന്നെ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് താങ്കളുടെ മുമ്പിലുള്ളത്. റീജിയണൽ സെന്ററും അതുപോലെ തന്നെ സ്റ്റഡി സെന്ററും താങ്കൾക്ക് നൽകിയിട്ടുള്ള സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. ഈ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസിന് എല്ലാം തന്നെ ലാബ് ഓറിയന്റഡ് ചെയ്യുകയാണെങ്കിൽ പ്രാക്ടിക്കൽ ലാബ് വർക്ക്, ഫീൽഡ് വർക്ക്, ജേർണൽസ്, ഇന്റേൺഷിപ്പ്, അതുപോലെ തന്നെ പ്രോജക്റ്റുകള്, ഡിസർട്ടേഷൻ, ഇതെല്ലാം മാൻഡേറ്ററി ആണ്, നിർബന്ധമായും ചെയ്യേണ്ട സംഗതിയാണ്. സൈക്കോളജി, എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ് തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇത്തരത്തിലുള്ള അക്കാഡമിക് പ്രോഗ്രാമുകൾ. സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഇവയ്ക്കെല്ലാം ഉണ്ടായിരിക്കണം. ഇവയുടെ പ്രാക്ടിക്കൽസിനും പ്രോജക്റ്റ് വർക്കിനും ഫീൽഡ് വർക്കിനും അറ്റൻഡൻസ് 100% വേണം എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ഇന്ത്യയിൽ മറ്റൊരു യൂണിവേഴ്സിറ്റിയും സയൻസിൻ്റെത് തരുന്നില്ല. ഇപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സത്യത്തിൽ പിറവി കൊണ്ടിട്ടേ ഉള്ളൂ എങ്കിലും അതിപ്പോൾ പിച്ച വയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ.
ജനിച്ച് വീണ് പിച്ച വയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അമ്മയുടെ കൈത്തൊട്ടിൽ, അമ്മയുടെ മടിത്തട്ടിൽ, അമ്മയുടെ കൈക്കുമ്പിളിൽ ഇങ്ങനെ കിടക്കുക മാത്രമേ ആ യൂണിവേഴ്സിറ്റി ചെയ്യുന്നുള്ളൂ. സ്വന്തമായിട്ട് ഒന്ന് പാല് കുടിക്കാനോ സ്വന്തമായിട്ട് ഒന്ന് മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനും കഴിയാത്ത ഒരു അവസ്ഥ. ഒരു വേദന വന്നാൽ പോലും അതിനെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഒരു ജനിച്ചു വീണ കുട്ടി 1 വർഷം 2 വർഷം വരെ എന്ത് ചെയ്യും? അത്തരത്തിലുള്ള ഒരു ബാല്യതയിലാണ് അത് ഉള്ളത്. അത് നിങ്ങൾക്കൊരു ബാധ്യതയാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഇഗ്നോ നൽകുന്ന ക്ലാസുകളിൽ എന്താണ് ഈ ക്രെഡിറ്റ് സിസ്റ്റം എന്നുള്ളത് വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ക്രെഡിറ്റ് സിസ്റ്റത്തിലാണ് ഇഗ്നോ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. എഴുതിയെടുത്തോളൂ. ക്രെഡിറ്റ് സിസ്റ്റം എന്താണ്? ക്രെഡിറ്റ് സിസ്റ്റം ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 മണിക്കൂർ പഠന പ്രവർത്തനം. 30 മണിക്കൂർ പഠന പ്രവർത്തനം. ഈ 30 മണിക്കൂർ ഓരോ മണിക്കൂറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ഒരു വിഷയത്തിൽ നിങ്ങൾ എഴുതുക, വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, വിദ്യാർത്ഥികളുമായി പരസ്പരം സംവദിക്കുക, ഈ പഠനകാര്യവുമായി ബന്ധപ്പെടുക, അധ്യാപകരുമായി സംസാരിക്കുക, കൂടുതൽ റെഫറൻസ് നേടുക, നോട്ട്സിലെ വീഡിയോസ് വാച്ച് ചെയ്യുക, യൂട്യൂബ് വാച്ച് ചെയ്യുക, ലൈവ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. ഇങ്ങനെയുള്ള എല്ലാ ക്ലാസ്സുകളിലും ഇങ്ങനെയുള്ള എല്ലാ പങ്കെടുക്കലുകളുമാണ് സത്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദമായി മാറുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ കിട്ടുമ്പോൾ 30 മണിക്കൂർ നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് ഒരു ക്രെഡിറ്റ് ആണ്. 8 ക്രെഡിറ്റ് ഉണ്ട് എങ്കിൽ 240 മണിക്കൂർ നിങ്ങൾ നിർബന്ധമായും ആ വിഷയത്തിൽ പഠിച്ചിരിക്കണം. ആ 240 മണിക്കൂർ നിങ്ങൾക്ക് ക്ലാസ് തരുന്നത് ഇഗ്നോയുടെ ഈ 10 ക്ലാസ് അഥവാ 20 മണിക്കൂർ ക്ലാസ്സിൽ ഇഗ്നോ തരുന്ന ഡയറക്റ്റ് കൗൺസിലിംഗ് ക്ലാസ് എവിടെയും എത്തില്ല. അതുകൊണ്ട് തന്നെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസുകൾ താങ്കൾക്ക് ഏറ്റവും ഗുണപ്രദമായിരിക്കും. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് എന്നോട് മറുത്ത് പറഞ്ഞോളൂ. ഇന്ത്യയിൽ ലഭ്യമായ ഫീസിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസും താങ്കൾക്ക് ക്ലാസുകൾ നൽകുന്നത്. ആ പേയ്മെന്റ് ക്ലാസുകൾ ഉള്ളത് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ്. ഇന്ത്യയിൽ നൽകുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ്. ആ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ ലിങ്ക് അയക്കുക. ചാറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ നൽകിയിട്ടുണ്ട്. വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനും ഞാൻ അത് കൃത്യമായി താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലേബർ ഇന്ത്യ മോഡലിലുള്ള ബുക്കുകൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഓരോ മേഖലയിലും ഒരു പുസ്തകത്തിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇഗ്നോ നൽകുന്ന ടെക്സ്റ്റ് മെറ്റീരിയൽ നിങ്ങളുടെ കൈകളിൽ കിട്ടാൻ 2 മാസം മുതൽ 4 മാസം വരെ സമയമെടുക്കും. ഈ 2 മാസം മുതൽ 4 മാസം വരെ ഉള്ള ഇതില് നല്ല ഘടനയിലെ പാരഗ്രാഫ് വൈസ് പാരഗ്രാഫ് തന്നിട്ട് ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും അതിന്റെ ചുവട്ടിൽ ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും. വിദഗ്ധരായ അധ്യാപകർ അതിന്റെ ഉത്തരങ്ങൾ നമുക്ക് റെഫറൻസ് മെറ്റീരിയലിൽ തരുന്നുണ്ട്. അത് ടെക്സ്റ്റ് മെറ്റീരിയലിൽ ഉണ്ടാവില്ല, റെഫറൻസ് മെറ്റീരിയലിലാണ് ഉണ്ടാവുക. ആ റെഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ ചോദ്യോത്തരങ്ങൾ, അതുപോലെ തന്നെ ഇതിനു മുമ്പ് പൊതുപരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ അതിന്റെ ഉത്തരങ്ങൾ ഏറ്റവും പ്രിസൈസ് ആയിട്ട് നമ്മൾ 10ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 8, 9, 10, 11, 12 ക്ലാസ്സുകളിലെ ലേബർ ഇന്ത്യ മോഡലിലുള്ള സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ പഠിച്ച് മുന്നേറിയിട്ടുണ്ടല്ലോ. അത് നമുക്ക് എത്രത്തോളം ഗുണപ്രദമായിരുന്നുവോ അത്രത്തോളം ഗുണപ്രദമായിട്ടാണ് നമുക്ക് ഇതിന്റെ ക്ലാസ്സുകൾ ലഭ്യമാകുന്നത്. അത്രയും നല്ല കണ്ടന്റുകളാണ്. ഒരു യൂണിറ്റിനെ പരമാവധി ചുരുക്കി ഏറ്റവും നല്ല വാക്കുകൾ കൊടുത്ത് നിങ്ങൾക്ക് ഓർക്കാൻ ഉള്ള രൂപത്തിൽ പിന്നീട് അത് പരീക്ഷ ഹാളിൽ വെച്ച് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഫോർമുലാസ് എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ഓർക്കാൻ പറ്റിയ നല്ല മെത്തേഡില് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഇഗ്നോ പരീക്ഷകൾക്ക് പൊതുപരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ആവിഷ്കരിച്ചുകൊണ്ട് അതിന്റെ ഉത്തരങ്ങൾ അങ്ങനെയുള്ള കൃത്യമായ രൂപത്തിൽ നിങ്ങളെ പരമാവധി ഉയരങ്ങളിലേക്ക് എത്താൻ ഒരാൾ 60% കൂടുതൽ മാർക്ക് വാങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഗ്നോയിലെ ഒരു കുട്ടിക്ക് ഇഗ്നോയുടെ കോഴ്സ് കഴിഞ്ഞിട്ട് മറ്റ് കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ ചിലപ്പോൾ വിദേശത്തോ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ പോയി PG ചെയ്യണമെങ്കിൽ ആ PG ചെയ്യുമ്പോൾ അയാൾക്ക് 55% കൂടുതൽ മാർക്ക്, 60%, 65%, 70% മാർക്ക് ഉണ്ടെങ്കിൽ റെഗുലർ ക്ലാസുകൾ നമുക്ക് കിട്ടുകയുള്ളൂ.
റെഗുലർ അഡ്മിഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ നല്ല മാർക്കുകൾ കിട്ടാൻ ഇത്തരത്തിലുള്ള ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പൊ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യണമെങ്കിൽ നോർമലി ഒന്ന് ജയിച്ചു പോകാൻ ഇഗ്നോ തരുന്നത് തന്നെ ധാരാളമാണ്, നോർമലി ജയിച്ചു പോകാൻ. പക്ഷെ അതിനേക്കാൾ ഉപരിയായി താങ്കൾ ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള റെഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് ആവശ്യമാണ്, ഇത്തരത്തിലുള്ള എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസുകൾ താങ്കൾക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 30 മണിക്കൂർ. ഒരു MA ഇംഗ്ലീഷ് എഴുതുന്ന കുട്ടിക്ക് മൊത്തം 8 × 4 32 ക്രെഡിറ്റ് ആണ് ഉള്ളത്. 32 × 30 എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 960 മണിക്കൂർ ആ കുട്ടി ഒരു കൊല്ലം പഠിക്കണം. 960 മണിക്കൂർ ആ കുട്ടി ഒരു കൊല്ലം പഠിച്ചാലേ നമുക്ക് പൊതുപരീക്ഷ എഴുതാൻ കപ്പാസിറ്റി ആവുകയുള്ളൂ. ആ 960 മണിക്കൂറിൽ ഇഗ്നോ തരുന്ന കേവലം നാമമാത്രമായ ഒരു 40 ക്ലാസുകൾ കൊണ്ട് ഒരിക്കലും നമുക്ക് അത് ലഭ്യമാവില്ല. ആ ക്ലാസ് നമുക്ക് പൂർത്തിയാവില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെത്തണം. MSc CFTയുടെ റിസൾട്ട് ഇഗ്നോ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്ന് ഒരു കാരണവശാലും സാന്ദ്ര മറിയ ബേജാറാകണ്ട, ഉടനെ തന്നെ ക്ലാസുകൾ ലഭ്യമാണ്. ഇഗ്നോ എന്ന് പറയുന്നത് 4000-ൽ പരം സബ്ജക്റ്റുകളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. 4000-ൽ പരം സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു സബ്ജക്റ്റിന് അറ്റ്ലീസ്റ്റ് ഒരു 100 പേരെങ്കിലും ഓൾ ഇന്ത്യ ലെവലിൽ പരീക്ഷ എഴുതുമ്പോൾ, ആ 100 പേർ പരീക്ഷ എഴുതുമ്പോൾ അതിന്റെ ഡാറ്റകളെല്ലാം എൻട്രി ചെയ്ത് ഡാറ്റ എത്ര തന്നെ നമ്മളുടെ മുമ്പിൽ കടലാസിൽ ഡോക്യുമെന്റ് ഉണ്ടെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിലും ഈ ഡാറ്റ എൻട്രി ചെയ്യാൻ 10 കമ്പ്യൂട്ടറിലിരുന്ന് ഡാറ്റ എൻട്രി ചെയ്താൽ തന്നെ ഒരാൾ പരമാവധി എത്ര എണ്ണം എൻട്രി ചെയ്യാൻ പറ്റും? ഒരു ദിവസം പരമാവധി ഒരു 200 ഡാറ്റ എൻട്രി ചെയ്യാം. അപ്പൊ 200 ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ 10 മെഷീനിലെ 2000 ഡാറ്റയാണ് കയറുന്നത്. ഇവിടെ തന്നെ എത്രയാണ് കുട്ടികൾ? 3.5 ലക്ഷം കുട്ടികളാണ് ഒരു സെഷനില് പരീക്ഷ എഴുതുന്നത്. 3.5 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ ഈ കണക്ക് കൂട്ടി നോക്കിക്കോളൂ. 3.5 ലക്ഷം ഡിവൈഡ് ബൈ 200 എന്ന് പറയുമ്പോൾ എത്ര ദിവസങ്ങളാണ് ഇതിന് ഡാറ്റകൾ എൻട്രി ചെയ്യാൻ? അങ്ങനെ എൻട്രി ചെയ്ത് തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിബൃഹത്തായ പ്രസ്ഥാനമായതുകൊണ്ട് നിങ്ങൾ തിടുക്കം വെക്കണ്ട, ക്ഷമയോടുകൂടി ഇരിക്കുക. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇഗ്നോയെ തകർത്ത് മാറ്റാൻ, ഇഗ്നോയെ കവച്ചു വെക്കാൻ, വി വാണ്ട് ടു ഓവർകം. There is no any resource. ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് ഇഗ്നോയെ കവച്ചു വെക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഇല്ല. അങ്ങനെ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് പൊള്ളയാണ്, അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. അത്രയും നല്ലതാണ്. ഇന്ത്യയുടെ പ്രത്യേകത എന്താ? ലോകോത്തര നിലവാരമുള്ള രാജ്യം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. ഇപ്പൊ ചൈനയുടെ അടുത്തേക്ക് ഇപ്പോൾ തന്നെ നമ്മൾ 2024 വരുന്നു എന്നാണ് പറയുന്നത്. 2024 എത്തുമ്പോൾ ചൈനയേക്കാൾ പോപ്പുലേഷൻ കൂടുന്ന, അത്രയും റിസോഴ്സ് ഉള്ള, അതിൽ ബുദ്ധിമാന്മാരായുള്ള ഏറ്റവും കൂടുതലുള്ള, അങ്ങനെയുള്ള ഇന്റലിജന്റ് കോഷ്യന്റ് ഏറ്റവും കൂടുതൽ ഐക്യമുള്ള നമ്മൾ മുന്നിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറ്റവും കൂടുതലുള്ള നമ്മൾ ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ്. ആ ലോകോത്തര നിലവാരമുള്ള ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളുടെ മനുഷ്യ പ്രയത്നം ലോകത്തെ മറ്റു പലർക്കും ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നല്ല അന്തരീക്ഷത്തിൽ ഇത്തിരി ക്ഷമയോടുകൂടി വേണം നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ. അപ്പൊ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 മണിക്കൂറാണ്. ആ 30 മണിക്കൂറിൽ നിങ്ങൾക്ക് എഴുത്ത്, വായന, അതുപോലെ തന്നെ അസൈൻമെന്റ് എഴുത്ത്, ക്ലാസുകൾ, യൂട്യൂബ് ക്ലാസുകൾ, ഫേസ്ബുക്ക് ക്ലാസുകൾ, ഡിജിറ്റൽ ചാനലുകൾ ഉപയോഗിച്ചിട്ടുള്ള ക്ലാസുകൾ, അതുപോലെ സ്വയംപ്രഭ ചാനലിലെ ക്ലാസുകൾ, എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസുകൾ, ഇങ്ങനെയെല്ലാം ഉള്ള ക്ലാസുകൾ നിങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇഗ്നോ നൽകുന്ന സപ്പോർട്ട് സർവീസസ് 67 റീജിയണൽ സെന്ററിലായി ഏകദേശം 1800ഓളം സ്റ്റഡി സെന്ററിലായി നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റിയും, ഫേസ് ടു ഫേസ് ക്ലാസുകൾ, ലൈബ്രറികൾ, അതുപോലെ തന്നെ അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ ക്ലാസുകൾ, ലബോറട്ടറി സയൻസ് വിഷയങ്ങൾക്ക് ലാബുള്ള സയൻസ് വിഷയങ്ങൾ തരുന്ന ഏക യൂണിവേഴ്സിറ്റി ഇഗ്നോ മാത്രമാണ്. നമുക്ക് കെമിസ്ട്രിയിലെ
പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ സയൻസിൽ തന്നെ ഫിസിക്സില്, ജിയോഗ്രഫിയില്, മാത്സില്, കമ്പ്യൂട്ടർ സയൻസില്, മാനേജ്മെന്റില്, MBAയില്, അതുപോലെ ഇൻഫർമേഷനില്, ജിയോ ഇൻഫർമേഷനില്, ജേർണലിസത്തില്, ഇതിലെല്ലാം PG തരുന്ന മറ്റ് ഏത് യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. MSc ഫിസിക്സ്, MSc ജിയോഗ്രഫി തരുന്ന അംഗീകരിച്ച ഏത് യൂണിവേഴ്സിറ്റിയാണ് ഉള്ളത്? ഇനി റിക്കഗ്നിഷൻ അതൊന്ന് എഴുതിയെടുത്തോളൂ. ഇഗ്നോ നൽകുന്ന എല്ലാ കോഴ്സുകളും ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ചതാണ്. ഇന്ത്യയിൽ നൽകുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള എല്ലാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്തുന്ന സ്ഥാപനങ്ങളുടെ കോഴ്സുകളും ഇഗ്നോയിൽ അംഗീകരിച്ചതാണ്. ഇഗ്നോയുടെ കോഴ്സുകൾ എല്ലാ PSCയും UPSCയും അംഗീകരിച്ചതാണ്. ഞാൻ ഇഗ്നോയിൽ നിന്ന് MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി മനോഹരമായി വളരെ ആക്റ്റീവായിട്ട് പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഏറ്റവും മതിപ്പുള്ള ഒരു കോഴ്സാണ് ആ കോഴ്സ് എന്ന് മനസ്സിലാക്കുക. ഏറ്റവും ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ആഫ്റ്റർ റിട്ടയർമെന്റ് ഈ പ്രവർത്തനങ്ങൾക്ക് നിന്ന് തിരിയാൻ സമയമില്ലാതെ ഏറ്റവും കൂടുതൽ അത്യാവശ്യം നല്ല വരുമാനവും ഉണ്ട് കേട്ടോ. എല്ലാം തരുന്നത് ഈ പൊതുപ്രവർത്തനത്തിലൂടെ തന്നെയാണ്. പൊതുപ്രവർത്തനത്തിലൂടെ തരുന്നത് ഒപ്പം തന്നെ ഇത്തിരി ശത്രുക്കളും ഉണ്ട്. ഞാൻ തുറന്ന് കൃത്യമായി പറയും. മറ്റുള്ളവരെ പോലെ ഇങ്ങനെ നിങ്ങളുടെ കാശിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കോമാളിത്തരം പറയുന്ന ഒരു വർത്തമാനമൊന്നുമല്ല. വളരെ ചിലപ്പോൾ വളരെ ഷാർപ്പായിട്ടായിരിക്കും ഞാൻ ഉത്തരം പറയുക. അത് ഹാർഷായി എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഷാർപ്പായി പറയാനുള്ള കാരണം അത്ര ആപ്റ്റ് ആയതുകൊണ്ടാണ്. 2+2 എന്ന് പറഞ്ഞാൽ 4 എന്ന് പറയണോ, 4 എന്ന് പറയണോ? അത് ഓരോരുത്തരുടെ ആ ഉള്ള സമയമുള്ളതനുസരിച്ച്, ബിഹേവിയർ അനുസരിച്ച്, മൂഡ് അനുസരിച്ചാണല്ലോ. അപ്പൊ നമ്മൾ 4 തന്നെയാണ്. 4 എന്ന് ഒരിക്കലുമല്ല. അത് വളരെ ക്ലിയർ ആയിട്ട് 4 എന്ന് തന്നെയാണ്. അത് നമ്മൾ കൊടുക്കുന്നതും നമ്മൾ വാങ്ങുന്നതുമാണ് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സത്യം എന്ന് പറയുന്നത്, തേജോവധം ചെയ്യപ്പെടാത്ത നേര് എന്ന് പറയുന്നത് നേരായി നിങ്ങൾക്ക് ലഭിക്കാൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്, എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇതെല്ലാം താങ്കൾക്ക് നിർബന്ധമായും നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഇഗ്നോ അതിന്റെ പ്രോഗ്രാമുകൾ എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നത്? അതാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ സംഗതി. ഇഗ്നോ അതിന്റെ പ്രോഗ്രാമുകൾ ഡെലിവറി ചെയ്യുന്നത് ഒന്ന് ഫേസ് ടു ഫേസ് അക്കാഡമിക് ക്ലാസ്സുകളിലൂടെ, പിന്നെ ഡിജിറ്റൽ ലേണിംഗ് ഇഗ്നോ നൽകുന്നു, വിർച്വൽ ലേണിംഗ് ഇഗ്നോ നൽകുന്നു. പണ്ടൊക്കെ സെമിനാർ നൽകുന്നതിന് പകരം ഇപ്പോൾ വെബിനാറുകൾ നൽകുന്നു, ഫേസ്ബുക്ക് ലൈവ് ക്ലാസുകൾ നൽകുന്നു, സ്വയംപ്രഭ ചാനലിലെ ക്ലാസുകൾ നൽകുന്നു, ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽ തന്നെ ഇഗ്നോയിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ കൗൺസിലിംഗ് സെഷൻസ് നമുക്ക് നൽകുന്നു, ടെലികോൺഫറൻസസ് നൽകുന്നു, പ്രാക്ടിക്കൽസ് നൽകുന്നു, പ്രോജക്റ്റ് വർക്കുകൾ നൽകുന്നു. ഇതെല്ലാം റെഗുലർ ആയിട്ട് ഇഗ്നോ നൽകുന്ന ചില പ്രസ്ഥാനങ്ങളാണ്. ഇഗ്നോയുടെ ഇവാലുവേഷൻ സിസ്റ്റം വളരെ സൂപ്പറാണ്. ഇവാലുവേഷൻ സിസ്റ്റം വരുമ്പോൾ അവിടെ സ്വാഭാവികമായും 3 തരത്തിലാണ് ഇഗ്നോ അതിന്റെ. നിങ്ങൾ ഈ സന്ദർഭത്തിൽ നിർബന്ധമായും ഒരു പേനയും പേപ്പറും എടുത്തു വച്ചിട്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പേനയും പേപ്പറും എടുത്തു വെച്ച് തന്നെ നമ്മൾ സംസാരിക്കണം. കാരണം ഇഗ്നോയിലെ അസൈൻമെന്റിനെ പറ്റിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അസൈൻമെന്റിന്റെ മാർക്ക് കൂടി തിയറി പേപ്പറിന്റെ മാർക്ക് കുറഞ്ഞാലും നിങ്ങൾ അപകടത്തിലാണ്. തിയറി പേപ്പറിന്റെ മാർക്ക് കൂടിയിട്ട് അസൈൻമെന്റിലെ കുറവ് വന്നാലും നിങ്ങൾ അപകടത്തിലാണ്. ഇഗ്നോ ഇനിയുള്ള വാക്കുകൾ വളരെ നന്നായി ശ്രദ്ധിക്കുക. അസൈൻമെന്റിന്റെയും തിയറി പേപ്പറിന്റെയും മാർക്കുകൾ വളരെ കൂടുതൽ സ്ട്രെസ് ഇല്ലാതെ, പിരിമുറുക്കങ്ങളില്ലാതെ സന്തോഷത്തിൽ നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ്. വളരെ ആനന്ദകരമായിട്ട് നമ്മൾ പാട്ടും പാടി രസത്തോടുകൂടി എടുക്കേണ്ട ഒരു സംഗതി. അതിന് നല്ല സമയം നമുക്ക് അനുവദിക്കപ്പെടണം. ഇഷ്ടംപോലെ സമയം നമുക്ക് വേണം. ആ സമയത്തിലൂടെയാണ് നമ്മൾ ഇതിലേക്ക് മുന്നോട്ട് പോവുക. അപ്പൊ സമയമില്ലാതെ വെറുതെ ബേജാറായിട്ട് ഒരു കാര്യവുമില്ല. ഇനി അസൈൻമെന്റ് എഴുതുന്ന കാര്യത്തെ പറ്റി ഞാൻ കൃത്യമായി പറയാം. എന്നിട്ട് ടേം ആൻഡ് എക്സാമിനേഷൻ, എന്നിട്ട് ഇവ തമ്മിലുള്ള കോമ്പിനേഷൻ. ഇവർ ഒരു കാര്യം ഓർക്കുക. ആദ്യമേ അസൈൻമെന്റിന് മാർക്ക് വേണം, ടേം ആൻഡ് എക്സാമിനേഷന് മാർക്ക് വേണം. അസൈൻമെന്റിന്റെ മാർക്ക് 100 മാർക്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആകെ മാർക്കിന്റെ 30% മാർക്ക് നോർമൽ പ്രോഗ്രാമുകൾക്കെല്ലാം, സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാമുകൾ, സൈക്കോളജി, MBA തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് 25% മാർക്കുകൾ പൊതു മാർക്ക് ലിസ്റ്റിൽ റിഫ്ലക്റ്റ് ആകും.
അത് ആ ഒരു റേഷ്യോയിലാണ് വരിക. അപ്പോൾ നിങ്ങൾ 100 മാർക്ക് അസൈൻമെന്റിന് കിട്ടിയെങ്കിൽ നിങ്ങളുടെ പബ്ലിക് മാർക്ക് ലിസ്റ്റിൽ സ്വാഭാവികമായും 30 മാർക്ക് എന്ന് അവിടെ മാർക്ക് ലിസ്റ്റിൽ കാണാൻ കാരണം ഈ അസൈൻമെന്റിലെ 100 മാർക്കാണ്. അസൈൻമെന്റിലെ 50 മാർക്കാണെങ്കിലോ പൊതു മാർക്ക് ലിസ്റ്റില് 15 മാർക്ക് നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ മാർക്കായി കണക്കാക്കപ്പെടും. ഓക്കെ, 15 മാർക്കായി കണക്കാക്കപ്പെടും. അപ്പൊ 30% 30:70 എഴുതിയെടുത്തോളൂ. A:TEE അസൈൻമെന്റ് ടേം എൻഡ് എക്സാമിനേഷൻ സമം 30:70. 30% വെയിറ്റേജ് അസൈൻമെന്റിനും 70% വെയിറ്റേജ് തിയറി പേപ്പറിനും കൊടുക്കുന്നു. ഇത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് സയൻസ് പ്രോഗ്രാമുകൾക്കും അതുപോലെ തന്നെ MBAക്കും MAPCക്കും MSc CFTക്കും ഒക്കെ ആണ് എങ്കിൽ 25%:75% എന്നുള്ള റേഷ്യോയിലേക്കാണ് വരിക. അപ്പൊ സ്വാഭാവികമായും അസൈൻമെന്റിലെ 10 മാർക്കേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ അസൈൻമെന്റിന് 3 മാർക്കായിരിക്കും മാർക്ക് ലിസ്റ്റിൽ കാണുക. അസൈൻമെന്റിലെ 70 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത് എങ്കിൽ 70 × 30/100 എന്ന് പറയുമ്പോൾ 21 മാർക്കായിരിക്കും അസൈൻമെന്റിന് നിങ്ങൾക്ക് പൊതു മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് അസൈൻമെന്റിൽ 50 മാർക്കാണ് ഉള്ളത് എങ്കിൽ 50 × 30/100 എന്നുള്ളത് 15 മാർക്കായിരിക്കും മാർക്ക് ലിസ്റ്റിൽ വരിക. അപ്പൊ സ്വാഭാവികമായും വിജയിക്കാൻ നമുക്ക് മാർക്ക് എത്ര വേണം? PGക്ക് 40, ഡിഗ്രിക്ക് 35. PGക്ക് 40 മാർക്ക് കിട്ടണം. ആ 40 മാർക്കിൽ നിങ്ങൾ എഴുത്ത് പരീക്ഷയിൽ 100ന് 70 മാർക്ക് വാങ്ങിച്ചു എന്ന് കരുതുക. മിടുക്കനാണ് താങ്കൾ. 100ന് 70 മാർക്ക് താങ്കൾ വാങ്ങിച്ചു എന്ന് കരുതുക. ആ 70ന് 70 മാർക്ക് എന്ന് മാർക്ക് ലിസ്റ്റിൽ തരില്ല സുഹൃത്തുക്കളെ. വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഈ പറയുന്ന പോയിന്റ്. 100 മാർക്ക് എന്നുള്ളത് 100ലെ 70 മാർക്ക് നിങ്ങൾക്ക് കാണിക്കും. തിയറി പേപ്പറിൽ 70 വാങ്ങിച്ചു. പക്ഷെ നിങ്ങളുടെ അഗ്രിഗേറ്റ് മാർക്ക് എന്ന് പറയുന്നത്, കൗണ്ടബിൾ മാർക്ക് എന്ന് പറയുന്നത് 70ന്റെ 70% അഥവാ 49 മാർക്കേ നിങ്ങൾക്ക് പൊതുമാർക്കായി പരിഗണിക്കുകയുള്ളൂ. 49 മാർക്കായിട്ടാണ് പരിഗണിക്കുക. അപ്പൊ 100ൽ 49 എഴുത്ത് പരീക്ഷയിലൂടെയും 70 മാർക്ക് അവിടെ വാങ്ങിച്ചു. അതേ 70 മാർക്ക് തന്നെ നിങ്ങൾ അസൈൻമെന്റിനും വാങ്ങിച്ചിട്ടുണ്ട് എന്ന് കരുതുക. അപ്പൊ 21 മാർക്ക് കിട്ടി. 21 മാർക്ക് അസൈൻമെന്റിന് കിട്ടി. അപ്പൊ 21 മാർക്ക് അസൈൻമെന്റിനും 49 മാർക്ക് ടേം ആൻഡ് എക്സാമിനേഷനും രണ്ടും കൂട്ടുമ്പോൾ 70. അങ്ങനെയാണ്. ആ 70 അല്ല, ഈ 70. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളുടെ 70 എന്ന് പരിഗണിക്കുക. ഇനി അവിടെ നിന്ന് നമ്മളൊന്ന് വേർപെടുത്തുന്നു എന്ന് കരുതുക. തിയറി പേപ്പറിൽ നിങ്ങൾക്ക് 80 മാർക്ക് കിട്ടുന്നു എന്ന് കരുതുക. തിയറി പേപ്പറിൽ 80 മാർക്ക്. അപ്പൊ 7 56 മാർക്കാണ് തിയറി പേപ്പറിൽ നിങ്ങൾക്ക് അഗ്രിഗേറ്റിൽ കൂട്ടുക. അസൈൻമെന്റിൽ നിങ്ങൾക്ക് 40 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. 100ൽ 40 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക. അപ്പൊ 4 3 12. സത്യത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? 80 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ടിഇയില് 80 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ 56 മാർക്കേ 70% 56 മാർക്കേ അഗ്രിഗേറ്റിൽ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. നിങ്ങൾക്ക് 40 മാർക്ക് അസൈൻമെന്റിൽ മാർക്ക് കിട്ടി. 40 കിട്ടിയുള്ളൂ. ആ 40 കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് 12 മാർക്കായിട്ട് കണക്ക് കൂട്ടുമ്പോൾ 68 മാർക്കേ നിങ്ങളുടെ അഗ്രിഗേറ്റ് മാർക്ക് ലിസ്റ്റിൽ വരികയുള്ളൂ. 80 മാർക്ക് ഞാൻ തിയറിക്ക് പോയി. 80 മാർക്ക് എനിക്ക് തിയറിയിൽ കിട്ടി. യൂണിവേഴ്സിറ്റി നിങ്ങൾ എന്തിനാണ് എനിക്ക് 68 മാർക്ക് തന്നത് എന്ന് നിങ്ങളെപ്പോലെ പരീക്ഷ എഴുതിയ കുറെ പേര് ഇരുന്നിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവസാനം വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമരമുറകളിലേക്ക് പോയി നിങ്ങൾ കോടതിയിലേക്ക് കേസിന് പോയാൽ കോടതി കൃത്യമായിട്ട് പറയും, ഇഗ്നോയുടെ മോഡസ് ഓപ്പറാൻഡി അഗ്രിഗേറ്റ് മാർക്ക് കണക്കാക്കുന്നത് 70:30 എന്നുള്ള റേഷ്യോയിലാണ്. നോട്ട് ഓൺലി ദ ടേം ആൻഡ് എക്സാമിനേഷൻ which is the combination of term and examination and assignment which is 30:70 ratio. So the mark is correct. ഇഗ്നോ തന്നത് കൃത്യമാണ് എന്നുള്ള തീർപ്പ് നമുക്ക് വന്നു. നിങ്ങൾ വിചാരിക്കും ഞാൻ നല്ല പരീക്ഷയ്ക്ക് നല്ല വിജയിച്ചു.
ഗ്രേഡ് കാർഡിലെ ടേം ആൻഡ് എക്സാമിനേഷന്റെ മാർക്ക് 100-ൽ 100 തന്നെയാണ് കാണിക്കുക. ആ ടേം ആൻഡ് എക്സാമിനേഷനിലെ അസൈൻമെന്റിനെ 100-ന് 100 തന്നെയാണ് പരിഗണിക്കുക. എക്കണോമിക്സിന്റെ ചോദ്യം ചോദിച്ചാൽ എക്കണോമിക്സിന്റെ ഉത്തരവും, റിസർച്ചിന്റെ ചോദ്യം ചോദിച്ചാൽ റിസർച്ചിന്റെ ഉത്തരവും എഴുതാതെ എന്തെങ്കിലും തരത്തിലെ ഒരു പേര് എഴുതി വെച്ചിട്ട് മൈക്രോ എക്കണോമിക്സ് ഈസ് എന്ന് പറഞ്ഞിട്ട് മുക്കാബില എന്തെങ്കിലും പെട്ടിയടിച്ചു വെച്ചാൽ മാർക്ക് കിട്ടുമോ? ഇഗ്നോയിലെ അക്കാഡമിക് കൗൺസിലർമാർ, 10 കൊല്ലത്തെ സർവീസ് ഉള്ളവർ, അംഗീകരിക്കപ്പെട്ട കോളേജിലെ അധ്യാപകർ, മാറിവാനിയസ് കോളേജ്, കാത്തലിക് കോളേജ്, ഇപ്പൊ ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാങ്ങിച്ച ന്യൂമാൻ തൊടുപുഴ, അതുപോലെ തന്നെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കട്ടപ്പന, JDT ഇസ്ലാം, സെന്റ് മേരീസ് നമ്മുടെ സുൽത്താൻ ബത്തേരി, നിർമ്മലഗിരി കൂത്തുപറമ്പ, ശ്രീ കേരളവർമ്മ കോളേജ് തൃശൂർ, JDT ഇസ്ലാം കോഴിക്കോട്, ഇങ്ങനെ കണ്ണൂർ SN കോളേജ്, അതുപോലെ തന്നെ കൊല്ലം SN കോളേജ്, പേര് കേട്ട കീർത്തി കേട്ട ഒരുപാട് കോളേജുകൾ, കേരള ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങുന്ന കോളേജ്, ഗവൺമെന്റ് കോളേജ്, എയ്ഡഡ് കോളേജ് അധ്യാപകരാണ് ഇഗ്നോയിലെ ഫാക്കൽറ്റീസ്. PhDയും നെറ്റും ഉള്ള 10-15 പ്രാവശ്യം പലതരത്തിലുള്ള റിസർച്ച് മെത്തഡോളജി, റിസർച്ച് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള അധ്യാപകരാണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നൽകുന്നത്. അവരുടെ ക്ലാസ്സുകളിലെ വാല്യുവേഷൻ മോശമാണ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വാങ്ങിച്ച റെഡിമെയ്ഡ് അസൈൻമെന്റിന്റെ കുഴപ്പമാണ് എന്ന് ഞാൻ പറയുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ തന്നിട്ടുള്ള പലരും ചേർന്നിരിക്കുന്ന ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പൊ ഈ ആഫ്റ്റർ കൊറോണ COVID-19 സിറ്റുവേഷൻ, മുക്കിന് 5 കുട്ടികൾ ഒന്നിച്ച് ചേർന്ന് ഓൺലൈൻ അക്കാഡമി തുടങ്ങുകയാണ്. 50,000 രൂപ, 20,000 രൂപ. എനിക്ക് ഇതിന്റെ ഒക്കെ 20 കൊല്ലമായി ഇഗ്നോയുടെ ഉസ്താദ, 2000-ൽ പരം വീഡിയോ ഇഗ്നോയെ പറ്റി ചെയ്തിട്ടുള്ള എനിക്ക് വന്നിട്ടുണ്ട്. സാർ ഈ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നുവോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കുറെ കാര്യങ്ങൾ ഞാൻ കേട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എന്നെ അടക്കം ക്യാൻവാസ് ചെയ്യുന്ന കുറെ ബിരുദന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന്റെ ഇടയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തലും കൂടി, ഇത് മുബാറക് മാസ്റ്ററുടെ സ്ഥാപനമാണ് എന്ന് പറഞ്ഞിട്ടും കുറെ പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. അതും ശ്രദ്ധിക്കുക. മുബാറക് മാസ്റ്റർ മാത്രമേ ഉള്ളൂ. മുബാറക് മാസ്റ്ററുടെ സ്റ്റാഫ്, മുബാറക് മാസ്റ്ററുടെ പേര് പറയില്ല. ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് തന്നെയാണ്. സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ ഒരു സ്റ്റാഫ് മാത്രമാണ് ഞാൻ. അവിടെ ഒരുപാട് അംഗങ്ങൾ വേറെയും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം തനത് സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി, MA സൈക്കോളജി ചെയ്തിട്ടുള്ള പാരമ്പര്യമുള്ള അധ്യാപകരാണ്. റിട്ടയർഡ് ഹാൻഡ് ആണ്. 20 കൊല്ലം 30 കൊല്ലം ഈ വിദ്യാഭ്യാസ മേഖലയിലെ 1 മണിക്കൂർ 2 മണിക്കൂർ 5 മണിക്കൂറുകൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടുള്ള ശീലമുള്ള, ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വർത്തമാനമാണ് ഇഗ്നോ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ മുളച്ചു വന്ന ഓരോ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന ആ കുട്ടിത്തരത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ ഞങ്ങളെ പരിഗണിക്കരുത്. ഇത് വേറെ, ഇത് അതുക്കും മേലെ എന്ന് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അഹങ്കാരത്തിന്റെ ഭാഷ്യമല്ലട്ടോ, നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോ, ഈ ലൈവ് വീഡിയോ. സത്യത്തിൽ അഡ്മിഷൻസ് കഴിഞ്ഞു. ഇനി എക്സാം ഫീ അടയ്ക്കാമോ? എക്സാം ഫീ അടയ്ക്കാം. എക്സാം ഫീ അടയ്ക്കാം. അൻവർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അൻവറെ ബേജാറാകേണ്ടത്? എക്സാമിന് ഫീസ് അടയ്ക്കാം. വാട്സപ്പിൽ ഈ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാതെ, അതിന്റെ മോഡസ് ഓപ്പറാൻഡി അറിയാതെ കുറെ എണ്ണങ്ങളുടെ കയ്യിൽ ചെന്ന് കുടുങ്ങരുത് എന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ പ്രോഗ്രാം ഡെലിവറി മെത്തേഡിലെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള മെത്തേഡാണ് അസൈൻമെന്റ് എഴുത്ത്. റെഡിമെയ്ഡ് അസൈൻമെന്റ് വാങ്ങിച്ച് നിങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടയാക്കരുത്. 0 മാർക്ക് അസൈൻമെന്റിന് കിട്ടും. എനിക്ക് ഒരു കുട്ടി ആത്മാർത്ഥതയോടുകൂടി അയച്ചു തന്നു, സാർ ഞാൻ എഴുതിയ എക്കണോമിക്സ് പേപ്പർ, ഞാൻ എക്കണോമിക്സുകാരനാണ്, MA എക്കണോമിക്സുകാരനാണ് എന്ന് ആ കുട്ടിക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ആ കുട്ടി എനിക്ക് റിസർച്ചിന്റെ പേപ്പർ അയച്ചു തന്നാണ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ MA സൈക്കോളജിക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിസർച്ചിന്റെ പേപ്പർ അയച്ചു തന്നപ്പോൾ റിസർച്ച് എന്നുള്ള ഹെഡിങ് കൊടുത്തതിന് ശേഷം പിന്നെ ആ കുട്ടി റിസർച്ച് കണ്ടക്ടിങ് ഫോർ
മൈക്രോ ആൻഡ് മാക്രോ അനാലിസിസ്. അത് ശരിയാണ്, മൈക്രോ മാക്രോ അനാലിസിസിന് റിസർച്ച് വേണം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ മൈക്രോ എക്കോണമിയുടെ ഡെഫിനിഷനും മൈക്രോ എക്കണോമിക്സിന്റെ ഡിമാൻഡും സപ്ലൈയും അതിന്റെ ഇക്വിലിബ്രിയവും അതിന്റെ കാര്യങ്ങൾ ഇക്വിലിബ്രിയം കാണാനുള്ള ഫോർമുലയും ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ റിസർച്ച് പേപ്പറിന് മാർക്ക് കിട്ടുമോ മക്കളെ? ഞാൻ എഴുതി വച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് പറയുന്നു. പക്ഷെ നിങ്ങളുടെ അവബോധ മനസ്സ് നിങ്ങൾ എഴുതിയിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല. ഐ എം ഓക്കെ, ദ യൂണിവേഴ്സിറ്റി ഈസ് നോട്ട് ഓക്കെ എന്നുള്ള ഒരു ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ ഒരു വളരെ 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 മോശം ഒരു ക്ലിപ്പാണ് നിങ്ങൾ ആ ഉദ്ധരിച്ചത്. ഇപ്പോൾ എല്ലാ കുട്ടികളും തന്നെ ഇത്തരത്തിലുള്ള കുറെ കുട്ടികൾ ചേർന്നിട്ട് കോടതിയിലേക്ക് പോകുന്നു. പക്ഷെ കോടതിയിലേക്ക് പോകുമ്പോൾ 50,000 മുതൽ ഒരു 5 ലക്ഷം രൂപ വരെ വെറുതെ നിങ്ങളുടെ കാശ് ചെലവ് ചെയ്യുക അല്ലാതെ, ഞാൻ കൃത്യമായി ചില നിർദ്ദേശങ്ങൾ ആ ഗ്രൂപ്പിൽ തന്നിരുന്നല്ലോ, ആ പറഞ്ഞ സംഗതികൾ നിങ്ങൾ ചെയ്യൂ. നിങ്ങൾക്ക് കൃത്യമായ റിസൾട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്തത് എന്താണ് എന്ന് വെറും 10 രൂപയുടെ ഉത്തരം, 10 രൂപ കൊടുത്താൽ ഈ പറഞ്ഞ ഉത്തരം കൃത്യമായി നിങ്ങൾക്ക് കിട്ടും. അതിന് അഡീഷണൽ പേജ് ഉണ്ട് എങ്കിൽ ഓരോ പേജിനും 3 രൂപ വെച്ച് നമ്മൾ ഫീസ് അടച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി അതിന്റെ ഉത്തരം കിട്ടും. ആ ഉത്തരങ്ങളുടെ കൂട്ടവും കൊണ്ട് വേണം നിങ്ങൾ കോടതിയിലേക്ക് പോകാൻ. എന്നാലേ നിങ്ങളുടെ കേസ് നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ അത് തള്ളിപ്പോകാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കുക. എന്തായാലും ഈ ഇവാലുവേഷൻ സിസ്റ്റത്തില് ഇഗ്നോ നൽകുന്നത് 5 സ്കെയിൽ റേറ്റിംഗ് സ്കെയിലുള്ള ഇവാലുവേഷൻ ടൂളാണ്. എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ്, ഡി ഗ്രേഡ്, ഇ ഗ്രേഡ്. ഇത് സയൻസ് പ്രോഗ്രാമുകൾക്ക്, അതുപോലെ തന്നെ MBA പ്രോഗ്രാമിന്, BCA MCA പ്രോഗ്രാമിന്, ഇനി വരുന്ന ന്യൂ ജനറേഷൻ കോഴ്സസിനെല്ലാം ഇത്തരത്തിലുള്ള 6 ഗ്രേഡ്, not 5 ഗ്രേഡ് റേറ്റിംഗ് സ്കെയിൽ ലെറ്റർ ഗ്രേഡ് ആണ് വരിക. എ എന്ന് പറയുന്നത് എക്സലന്റ് ആണ്, ബി എന്ന് പറയുന്നത് വെരി ഗുഡ് ആണ്, സി എന്ന് പറയുന്നത് ഗുഡ് ആണ്, ഡി എന്ന് പറയുന്നത് ആവറേജ് ആണ്, ഇ എന്ന് പറയുന്നത് അൺസാറ്റിസ്ഫാക്ടറി ആണ്. അൺസാറ്റിസ്ഫാക്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തോറ്റു എന്നാണ് അർത്ഥം. പക്ഷെ തോറ്റു എന്ന് ഇഗ്നോ ആ വാക്ക് വിദ്യാർത്ഥികളോട് പറയുന്നില്ല. ഇഗ്നോ അൺസാറ്റിസ്ഫാക്ടറി, തൃപ്തികരമല്ല, അതൃപ്തി ഉണ്ട് എന്ന് മാത്രമേ നിങ്ങളെ ഒരു പോസിറ്റീവ് സെൻസോട് കൂടി പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സെൽഫ് അസസ്മെന്റ് ഓരോ മെറ്റീരിയലിന്റെ ചുവട്ടിലും ഓരോ പാരഗ്രാഫും ഓരോ പേജും ഓരോ യൂണിറ്റും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഗ്നോയുടെ ബുക്കിലെ ഓരോ യൂണിറ്റിന്റെയും ചുവട്ടിൽ സെൽഫ് അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നന്നായി ചോദ്യങ്ങൾക്ക് ഉത്തരം കാണുക. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നൽകുന്ന ക്ലാസും സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നൽകുന്ന ലേബർ ഇന്ത്യ മോഡലുള്ള റഫറൻസ് മെറ്റീരിയലിൽ നിന്ന് നിങ്ങൾക്ക് റെഫർ ചെയ്ത്, നേരിട്ട് ആ ഉത്തരത്തിലേക്കല്ല, റെഫർ ചെയ്ത്, റെഫറൻസ് എന്ന് പറയുമ്പോൾ എല്ലാം റെഫറൻസ് ആണ്. കൂടുതൽ 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 വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കുറവാണ് എന്നുള്ളത് എന്താണ്, വീഡിയോ കുറവാണ് എന്നാണ് കുട്ടി പറയുന്നത്. വീഡിയോ ഒക്കെ ക്ലിയർ ആണ് കുട്ടി. താങ്കൾ ഒന്ന് കറക്റ്റായ ഒന്ന് നല്ല റേഞ്ചുള്ള ഭാഗത്തേക്കൊന്ന് വന്ന് അതൊന്ന് മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ സെൽഫ് അസസ്മെന്റ് എക്സസൈസ് ഉണ്ടാവും. കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ നിർബന്ധമായിട്ടും അതിലുണ്ട്. സെമിനാറുകൾ അതിലുണ്ട്, വർക്ക്ഷോപ്പുകളുണ്ട്, അസൈൻമെന്റുകളുണ്ട്, ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റുകളുണ്ട്, ടേം ആൻഡ് എക്സാമിനേഷൻസ് ഉണ്ട്, പ്രോജക്റ്റ് വർക്കുകൾ ഉണ്ട്, ഫീൽഡ് വർക്ക് ജേണൽ ഉണ്ട്, പ്രാക്ടിക്കൽസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ടേം ആൻഡ് എക്സാമിനേഷനിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കേണ്ടത് കൃത്യമായി തന്നെ നമുക്ക് ഫീസ് അടയ്ക്കാൻ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും നമുക്ക് ചെയ്തു തരും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാലക്ഷ്മി പോർട്ടൽ. വിദ്യാലക്ഷ്മി പോർട്ടലിൽ പോയി നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസുകൾ നമുക്ക് ലഭ്യമാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഷെഡ്യൂൾ ഓഫ് ടേം ആൻഡ് എക്സാമിനേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ 2 കൊല്ലത്തെയും 3 കൊല്ലത്തെയും ഡിഗ്രി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നാട്ടിലെ അസോസിയേറ്റ് ഡിഗ്രി എന്ന് പറയുന്ന ചില ഡിഗ്രികളുണ്ട്. ആ അസോസിയേറ്റ് ഡിഗ്രി എടുത്തിട്ട് ഇഗ്നോയുടെ ഡിഗ്രിയാണ് എന്ന് കൂട്ടിക്കുഴയ്ക്കരുത്. അസോസിയേറ്റ്, ഇപ്പൊ സപ്പോസ് വളരെ തീക്ഷ്ണമായി ചില പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് ആളുകളെ കൃത്യമായി ലഭ്യമല്ലാത്തത് കൊണ്ട്, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ മിലിറ്ററിയിൽ തന്നെ പറയാം, നേവൽ ഓറിയന്റഡ്, അവിടെ തന്നെ അവിടെ ഉള്ളവരെ ആവശ്യമായിട്ട് 3 കൊല്ലത്തെ കോഴ്സും 2 കൊല്ലത്തിലാക്കി കൊടുത്തിട്ട് അസോസിയേറ്റ് ഡിഗ്രി കൊടുക്കുന്ന സമ്പ്രദായം, അത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അതൊരു ഡിഗ്രിയായി അംഗീകരിക്കും, മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ അത് അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കുക.
ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനുള്ളത് ഈ സ്റ്റുഡന്റ് ഐഡന്റിറ്റി കാർഡ് നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അഡ്മിഷൻ എടുത്തവർ MNOTSിലൂടെ, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലൂടെ, ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലൂടെ, എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിലൂടെ അഡ്മിഷൻ എടുത്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കൃത്യമായി ഐഡന്റിറ്റി കാർഡ് വന്നിരിക്കും. ബേജാറാവുകയേ വേണ്ട. സമയം അതിനു വേണ്ടി നിങ്ങൾ കളയണ്ട. ടെലഗ്രാം ചാനൽ ഉണ്ടല്ലോ, ആ ടെലഗ്രാം ചാനലിൽ എങ്ങനെയാണ് ഐഡന്റിറ്റി കാർഡ് എടുക്കേണ്ടത് എന്നുള്ളതിന്റെ ലിങ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒരു മാനുവൽ തന്നിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ നിങ്ങൾ തിടുക്കം വെക്കണ്ട. ഇഗ്നോയിലെ അഡ്മിഷൻ ഓരോ യൂണിറ്റ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു റീജിയണൽ സെന്റർ. ഒരു റീജിയണൽ സെന്ററിൽ നിന്ന് ഒരു 30,000 കുട്ടികളുടെ അഡ്മിഷൻ. ഒരു റീജിയണൽ സെന്റർ, വടകര റീജിയണൽ സെന്ററിലെ JDTയിൽ മാത്രം 6,000 കുട്ടികളാണ്. PSMOയിലെ 6,000, 7,000, 8,000 കുട്ടികളാണ്. അങ്ങനെയുള്ള കുറെ ചേരുമ്പോൾ SN കോളേജ് കണ്ണൂരിലെ 4,000-ൽ പരം കുട്ടികളാണ്. അങ്ങനെ മൊത്തം 30,000, 40,000, 50,000 കുട്ടികളുടെ ഡാറ്റകളെല്ലാം ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ കൊച്ചി, തിരുവനന്തപുരം, ബാംഗ്ലൂർ, മധുരൈ, ചെന്നൈ, ഇങ്ങനെ പലതുമായിട്ടുള്ള 67 റീജിയണൽ സെന്ററുകളുടെ എല്ലാ പ്രവർത്തനങ്ങളും കഴിയുമ്പോൾ നമ്മളുടേത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇഗ്നോ അതിൻ്റെ സ്റ്റുഡൻസിന്റെ എല്ലാവരുടെയും ഡാറ്റ ഒന്നിച്ച് ഷഫിൾ ചെയ്യുകയുള്ളൂ. അങ്ങനെ ഒന്നിച്ച് ഷഫിൾ ചെയ്യുമ്പോൾ മാത്രമേ പൊതുജനങ്ങൾക്ക് അത് കിട്ടുകയുള്ളൂ. അതിനു മുമ്പ് നിങ്ങളുടെ ഡാറ്റ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ ഇഗ്നോയുടെ ഡാറ്റ ഇഗ്നോയുടെ കയ്യിൽ മാത്രമായിരിക്കും. ഇഗ്നോയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ഡാറ്റയും ഇഗ്നോയുടെ കയ്യിൽ മാത്രമായിരിക്കും. അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ കയ്യിൽ കിട്ടുന്നതിന് ഒരു പരിമിതിയുണ്ട്, ഹെൽപ്പ് ഡെസ്കിന്റെ കയ്യിൽ കിട്ടുന്നതിന് ഒരു പരിമിതിയുണ്ട്, റീജിയണൽ ഡയറക്ടറുടെ കയ്യിൽ കിട്ടുന്നതിന് ഒരു പരിമിതിയുണ്ട്, സ്റ്റഡി സെന്റർ കോർഡിനേറ്ററുടെ കയ്യിൽ കിട്ടുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് പരിമിതികൾ ഉള്ളപ്പോൾ എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ തന്നെ ഡാറ്റ എന്ന് നിങ്ങൾ ബേജാറാവുകയേ വേണ്ട. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, വിദഗ്ധരുടെ നേതൃത്വത്തിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. വിദഗ്ധരുടെ നേതൃത്വത്തിലേ നിങ്ങൾ അഡ്മിഷൻ എടുക്കാവൂ. കാരണം ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ശരി, PG ആണെങ്കിലും തന്നെ പല തരത്തിലുള്ള കോമ്പിനേഷൻ ഉണ്ട്. MA സോഷ്യോളജി എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും എടുക്കേണ്ട പേപ്പേഴ്സ്, അനാവശ്യമായ പേപ്പറുകൾ ചിലപ്പോൾ കടന്നു വരും. MA സൈക്കോളജി എടുക്കുമ്പോൾ, MA ഫിലോസഫി എടുക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള പല കോമ്പിനേഷൻസും കടന്നു വരും. MBAയിലൊക്കെ പ്രത്യേകിച്ച് അനാവശ്യമായിട്ടുള്ള കുറെ കോമ്പിനേഷൻസ് കടന്നു വരും. അങ്ങനെ കടന്നു വരാതിരിക്കാൻ അനുഭവ സമ്പത്ത് ഉള്ളവരുടെ നേതൃത്വത്തിലുള്ള അഡ്മിഷൻ ആയിരിക്കും താങ്കൾക്ക് എന്തുകൊണ്ടും നല്ലത്. അവർ കൃത്യമായി തരും. അവരുടെ മനസ്സിൽ, ജീവിതത്തിൽ, ഉറക്കത്തിലും എല്ലാം ഇപ്പോഴും ഇഗ്നോയുടെ മാസീവ് ടൈം ടേബിൾ അവരുടെ മൈൻഡിലുണ്ട്. ഇഗ്നോയുടെ ഷെഡ്യൂൾ ഉണ്ട്. എല്ലാം അവർ നാട് മുഴുവൻ ഇങ്ങനെ പറഞ്ഞ് നടക്കുകയല്ല. അവർ കൃത്യമായി നിങ്ങൾക്ക് തരും. അതിലെ തമിഴിൽ சொல்லுவாங்க, சட்டியில் இருந்தாலும் ஆப்பையில் இருந்தாலும் எங்க இருந்தாலும் போடும்போது அளந்து போட வேண்டும். അളന്നേ ഇടാൻ പറ്റൂ. വെറുതെ വാരിക്കോരി ഇട്ടാൽ എല്ലാം നശിച്ചു പോകും, വേസ്റ്റ് ആയി പോകും. അളന്നിട്ടേ ഇടാൻ പറ്റും. ആവശ്യമുള്ള സമയത്ത് കൃത്യമായി താങ്കളുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റി, കരിയർ പോസിബിലിറ്റി, കരിയർ ഇൻട്രസ്റ്റ്, ഇതെല്ലാം തന്നെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കോഴ്സ് ഇന്നതാണ്, അതിനെ പറ്റിയ പേപ്പേഴ്സ് ഇന്നതാണ്, അതിനെ പറ്റിയ സബ്ജക്ട് ഇന്നതാണ്, അതിനെ പറ്റിയ സ്റ്റഡി സെന്റർ ഇന്നതാണ്, അതിനെ പറ്റിയ സെഷൻ ഇന്നതാണ്, കൃത്യമായി അനാലിസിസ് ചെയ്ത് തരുമ്പോൾ കയ്യിൽ സ്വർണം വച്ചിട്ട് എന്തിന് തേരാ പാര നടക്കുന്നു? പക്ഷെ നിങ്ങൾ ആവേശം കൊണ്ട് ഓരോന്ന് ചെയ്തു കൂട്ടുകയാണ്. ഈ കുട്ടിപ്പട്ടാളങ്ങൾ കുറെ വന്ന പുതിയ അഡ്മിഷൻ സെക്ഷൻ, അഡ്മിഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെയൊക്കെ അതിന്റെ ഇടയ്ക്ക് ഹാക്കേഴ്സ് നമ്പറുകൾ കയ്യിൽ കിട്ടിയതിന് ശേഷം തലങ്ങും വിലങ്ങും 10 രൂപക്ക് കുരുത്തക്കേട് ഒപ്പിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വെറും 10 രൂപയ്ക്ക്, 5 രൂപക്ക്, 10 രൂപക്ക് എല്ലാ തരത്തിലുള്ള കുരുത്തക്കേടുകളും ഒപ്പിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുത്ത് ആകെ ആശയക്കുഴപ്പം തരുന്ന ഒരുപാട് പേരും നമ്മുടെ ഇടയിലുണ്ട്. അവരെ എല്ലാം തന്നെ ഒന്ന് സൂക്ഷിക്കുക.
അവരുടെ അടുത്ത് പോകാതിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും കൃത്യമായിട്ട് വേണം എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അസൈൻമെന്റുകൾ നമ്മൾ എവിടുന്ന് ഡൗൺലോഡ് ചെയ്യണം, അതാണ് ഇപ്പൊ ഏറ്റവും അവസാനം ചോദിച്ചത്. MBAക്കുള്ള അസൈൻമെന്റ് ഉണ്ടോ എന്ന് പറയാമോ, സബ്മിഷന്റെ ഡേറ്റ് പറയാമോ? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് ആനുവൽ പ്രോഗ്രാം ചെയ്യുന്നവർ, നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം പരീക്ഷ വരുന്ന ദിവസങ്ങൾ ഉണ്ടാകുമല്ലോ. ആ പരീക്ഷ വരുന്നതിന്റെ 3 മാസം മുമ്പ്, പരീക്ഷ വരുന്നതിന്റെ 2 മാസം മുമ്പ്, പരീക്ഷ വരുന്നതിന്റെ 1 മാസം മുമ്പാണ് അസൈൻമെന്റ് വെക്കേണ്ടത്. ഏറ്റവും ചുരുക്കി പറയാം, അഡ്മിഷൻ എടുത്തു, നിങ്ങളുടെ പരീക്ഷ എപ്പോൾ എന്ന് അറിയാമല്ലോ. നിങ്ങൾ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ഏത് സെഷനാണോ ആ സെഷന്റെ പേരുള്ള അസൈൻമെന്റ് എടുക്കണം. ക്ലിയർ? നിങ്ങൾ എപ്പോഴാണോ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എപ്പോ അഡ്മിഷൻ എടുത്തു എന്നല്ലട്ടോ ചോദ്യം. നിങ്ങൾ എപ്പോഴാണോ പരീക്ഷ എഴുതുന്നത് ആ പരീക്ഷ എഴുതുന്നതിന്റെ 3 മാസം മുമ്പ് അസൈൻമെന്റ് വയ്ക്കണം. എപ്പോഴാണോ പരീക്ഷ എഴുതുന്നത് അതിന്റെ 2 മാസം മുമ്പ് അസൈൻമെന്റ് വെക്കണം. എപ്പോഴാണോ പരീക്ഷ എഴുതുന്നത് അതിന്റെ 1 മാസം മുമ്പ് അസൈൻമെന്റ് വെക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ചില വാക്കുകളൊന്നും നേരിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇഗ്നോവാണ് ആധികാരികമായി പറയേണ്ടത്. ആധികാരികമായി ഇഗ്നോ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു സർക്കുലർ വരാതെ ചില വാക്കുകൾ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കോമൺ ആയിട്ട് ചില വാക്കുകൾ പറയാം. എന്താണത്? ഇഗ്നോ ഡേറ്റ് നീട്ടിയിട്ടില്ല. നീട്ടി എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അത് വല്ല മേശയോ കസേരയോ യൂട്യൂബുള്ളവൻ പറയും. മുബാറക് മാഷ് പറയില്ല. വല്ല ഓൺലൈൻ അക്കാദമി പറയും. എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പറയില്ല. കാരണം ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾ അത്തരത്തിലുള്ള കോമാളിത്തരം പറയും. പക്ഷെ ജനറൽ ആയിട്ട് ചില കാര്യങ്ങൾ പറയാം. എന്താണ് പറയാം? നിങ്ങൾ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള 3-ാമത്തെ മാസത്തിൽ അസൈൻമെന്റ് വെക്കാം, 2-ാമത്തെ മാസത്തിൽ അസൈൻമെന്റ് വെക്കാം, 1-ാമത്തെ മാസത്തിൽ അസൈൻമെന്റ് വെക്കാം. ആ അസൈൻമെന്റ് വെക്കുന്നത് ഏത് അസൈൻമെന്റ് എഴുതണം അതിന്റെ അഡ്മിഷൻ എടുത്തപ്പോൾ ഉള്ള ആ ടൈറ്റിലാണ് വേണ്ടത്. നിങ്ങൾ ഏത് സെഷനിലാണ്, അതാണ് ഈ വീഡിയോയിൽ ഞാൻ തുടങ്ങി വെച്ചത്. വീഡിയോയിൽ തുടങ്ങി വെച്ച ആ 4 അക്കമുണ്ടല്ലോ, ആ 4 അക്കമാണ് നിങ്ങളുടെ തലയിൽ എഴുത്തിന്റെ എല്ലാം. അത് ശ്രദ്ധിക്കാത്തവർക്ക് ഇത് മനസ്സിലാവില്ല. നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോ, പ്രാക്ടിക്കൽ ചെയ്യുമ്പോ, അതർ തിങ്സ് റിമൈനിങ് സെയിം, മറ്റ് ഘടകങ്ങൾക്ക് മാറ്റമൊന്നുമില്ല എങ്കിൽ there is no change in other factors, x varies to dash dash dash, x ഇങ്ങനെ മാറുന്നു, അപ്പൊ വൈയും അതനുസരിച്ച് മാറുന്നു. അപ്പൊ മറ്റ് ഘടകങ്ങൾക്ക് മാറ്റമൊന്നുമില്ല, അതൊക്കെ കോൺസ്റ്റന്റ് ആണ്, നിശ്ചലമാണ്, സ്ഥിരമാണ് എന്ന് നമ്മൾ പറയുന്നത് പോലെയാണ് ഇവിടെയും പറയുന്നത്. നിങ്ങളുടെ ആ ആദ്യത്തെ 4 അക്കം, ആ 4 അക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ അഡ്മിഷൻ സെഷൻ. ആ അഡ്മിഷൻ സെഷന്റെ ടൈറ്റിൽ അതിൽ പേരുള്ളതായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ എപ്പോഴാണോ പരീക്ഷ എഴുതുന്നത് ആ പരീക്ഷ എഴുതുന്നതിന്റെ 3 മാസം മുമ്പ്, പരീക്ഷ എഴുതുന്നതിന്റെ 2 മാസം മുമ്പ്, പരീക്ഷ എഴുതുന്നതിന്റെ 1 മാസം മുമ്പ് നിങ്ങൾ അസൈൻമെന്റ് വെക്കണം. എന്തെങ്കിലും കാരണവശാൽ അസൈൻമെന്റ് വെക്കാൻ പറ്റാത്തവർ ബേജാറാകണ്ട, അസൈൻമെന്റ് വെക്കാൻ സമയം കിട്ടും. അത് കാരണം ഉറക്കക്കേടുണ്ടാവണ്ട, വാശി പിടിക്കണ്ട, വാട്സപ്പിലൂടെ നിങ്ങളുടെ ഗുരുനാഥന്മാരെ തെറി വിളിക്കണ്ട. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. അധ്യാപകരെ തെറി വിളിക്കുന്ന കുട്ടികളാണ് ഈ കാലഘട്ടത്തിൽ തലതെറിച്ചത്. നല്ല വിദ്യാർത്ഥികളും ഉണ്ട് കേട്ടോ കൂട്ടത്തില്. നല്ല 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 വിദ്യാർത്ഥികളുണ്ട്, വളരെ ഭംഗിയായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്, തൊട്ടാൽ ചുണ്ടി വരുന്ന വിദ്യാർത്ഥികളും ഈ കൂട്ടത്തിലുണ്ട്. അതാണ് ഈ തലമുറയുടെ പ്രത്യേകത. പക്ഷെ അവരുടെ കൂട്ടുകാരനോട് പറയുന്നത് പോലെയാണ് എന്നോടൊക്കെ പറയുക, നീ പോയി പണി നോക്കണ പുല്ലേ എന്ന് ഞാൻ കൃത്യമായി പറയും. അങ്ങനെ തന്നെ പറയും, ഒരു സംശയമില്ല. അവിടെ ന്യൂട്ടന്റെ 3rd ലോ നമ്മൾ കൃത്യമായി പ്രയോഗിക്കണം അല്ലെ. ഇവിടെ എങ്ങനെയാണോ അതുപോലെ അങ്ങനെയും എന്നുള്ളത് അല്ലെ, അതേ സംഗതി തന്നെയാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, വളരെ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നോട്ട്സിലെ ഒരു വാട്സപ്പ് മെസ്സേജ് കൊടുക്കൂ, എന്നിട്ട് വെറുതെ ഇരിക്കൂ. നിങ്ങളെ അങ്ങോട്ട് വിളിക്കും മുബാറക് മാസ്റ്റർ, ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്.
മുബാറക് മാസ്റ്റർ താങ്കളെ അങ്ങോട്ട് വിളിക്കും. ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കട്ടെ. 1 മണിക്കൂർ 2 മിനിറ്റ് 53ാമത്തെ സെക്കൻഡിൽ ഇപ്പൊ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം തരാൻ ആര് എന്നെ ഓർമ്മിപ്പിച്ചു? ആര് കൽപ്പിച്ചു? ആരും പറഞ്ഞിട്ടില്ല. ആരും എന്നെ നിർദ്ദേശിച്ചതൊന്നല്ല. ഞാൻ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഞാൻ തരുന്ന സൗജന്യമാണ് ഈ 1 മണിക്കൂർ എന്റെ ഒച്ച. ഇനിയും അരമണിക്കൂർ ഞാൻ സംസാരിക്കും ഇതേ വിഷയം. ഇത് ഞാൻ രാവിലെ മുതലേ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇത് തന്നുകൊണ്ടിരിക്കുന്നത്. കാണുന്നവർക്ക് ഗുണം, കാണാത്തവർക്ക് ദോഷം. പക്ഷെ എന്റെ ചെവിയിൽ വന്ന് ഇത് പറഞ്ഞതാ എന്ന് പറയുമ്പോൾ അതിന് നീ വേറെ ഒരാളുണ്ടാക്കി വെക്കുമെന്ന് ഞാൻ പറയും. നിന്റെ ചെവിയിൽ വന്ന് പറഞ്ഞു തരാൻ വി വാണ്ട് ടു സെർച്ച്. നമ്മൾ സെർച്ച് ചെയ്യണം, നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. ഓക്കെ, നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ അന്വേഷിക്കുന്ന ഭാഗത്ത് എം നോട്ട്സിലെ ഈ വയസ്സിന് ഈ ആഫ്റ്റർ റിട്ടയർമെന്റില് താങ്കൾക്ക് കിട്ടുകയാണെങ്കിൽ 2 പ്രാവശ്യം ബെസ്റ്റ് നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളാണ് മുബാറക് മാസ്റ്റർ. 2 പ്രാവശ്യം അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, നാഷണൽ സർവീസ് സ്കീമിലെ ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസർ അവാർഡ്, അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ചിരുന്ന വിദ്യാലയത്തിന് ബെസ്റ്റ് സ്കൂൾ അവാർഡ്, അതിലെ 2 വോളണ്ടിയർമാർക്ക് ബെസ്റ്റ് നാഷണൽ വോളണ്ടിയർ അവാർഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് പ്രവർത്തനങ്ങളാണ്, ആരും പറഞ്ഞ് പ്രേരിപ്പിക്കേണ്ടതില്ല. കൊടുക്കേണ്ടത് കൃത്യമായി കൊടുക്കുക തന്നെ ചെയ്യും, പറയേണ്ടത് കൃത്യമായ സമയത്ത് പറയുക തന്നെ ചെയ്യും. അത് എന്നിൽ അർപ്പിതമായ ജീവിത ദൗത്യമാണ്. ആരും എന്നെ ഓർമ്മിപ്പിക്കുകയല്ല, ഞാൻ വാരിക്കോരി തരുന്നതാണ്. അത് മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ എനിക്ക് കിട്ടുന്നത് നന്മയാണ്, പുണ്യമാണ്. നിങ്ങൾ എന്നിലൂടെ നിങ്ങൾക്ക് കുറെ പേർക്ക് കുറെ ഭൗതിക സാഹചര്യങ്ങൾക്ക് ഉപരി വിദ്യാഭ്യാസ അനുഭവങ്ങൾ കിട്ടുന്നു എങ്കിൽ, എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു എങ്കിൽ അത് എനിക്ക് കിട്ടുന്ന നന്മയാണ്. ജീവിതത്തെ മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് അത് ഗുണം ചെയ്യുന്നു എങ്കിൽ അത് എനിക്ക് കിട്ടുന്ന നന്മയാണ്. ഈ അവസാന കാലഘട്ടത്തിൽ എനിക്ക് കിട്ടുന്നത് അതൊരു പുണ്യമാണ്. അതാണ് ഏറ്റവും വലിയ ദൗത്യം എന്ന് വിശ്വസിക്കുന്ന ഒരു അക്കാഡമിക് കൗൺസിലറാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ തരുന്നത്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ഈ വിദ്യാലക്ഷ്മി പോർട്ടലിലൂടെ ക്ലാസുകൾ നമ്മൾ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുക. ഇനിയുള്ളത് സ്റ്റുഡന്റിന്റെ ഐഡന്റിറ്റി കാർഡ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ബേജാറാകണ്ട. ഇപ്പൊ തന്നെ ഐഡന്റിറ്റി കാർഡ് കിട്ടില്ല. ഇനി ഐഡന്റിറ്റി കാർഡ് കിട്ടാത്തവരുണ്ട് എങ്കിൽ സാർ ഐഡന്റിറ്റി കാർഡ് എന്ന് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വിടുക, എന്നിട്ട് മിണ്ടാതിരിക്കുക, ഞാൻ അങ്ങോട്ട് ഐഡന്റിറ്റി കാർഡ് അയച്ചു തന്നിരിക്കും. ഓക്കെ, പക്ഷേ ഒരു കാര്യം എനിക്ക് നിർബന്ധമായും പറയാനുള്ളത്, ഇഗ്നോ നൽകുന്ന 3 വിഭാഗം കോഴ്സുകളിൽ ഒരു വിഭാഗം കോഴ്സുകൾക്ക് ഞാൻ എതിരാണ്. വേണ്ട 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 എന്ന് പറയുമ്പോഴും കുറെ പേർ അതിൽ ചെന്ന് കുടുങ്ങുകയാണ്. അത് വേറെ കുറെ ഉദ്ദേശത്തിന്റെ പേരിലാണ് ആ കോഴ്സ് ഇഗ്നോ നൽകുന്നത്. പക്ഷെ നമ്മുടെ സാധാരണക്കാർ, പ്രത്യേകിച്ച് വിദേശത്തേക്കൊക്കെ പോയിട്ടുള്ള ആളുകളെ നമുക്ക് അറിയാമല്ലോ. പ്രവാസി എന്ന് പറയുമ്പോൾ തന്നെ നാട്ടിൽ അമ്മയുടെ മടിത്തട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൂരദിക്കുകളിലുള്ള കുഞ്ഞോമന മക്കളോടാണ് ഞാൻ ഈ പറയുന്നത്. അമ്മയുടെ സ്നേഹമിശ്രണമായ ആ മടിത്തട്ട്, അമ്മയുടെ ആ ഭക്ഷണം, അമ്മയുടെ ആ കൈപുണ്യം, അമ്മയുടെ ആ രുചി, അച്ഛന്റെ ആ തണൽ, അത് മാറ്റി അത് ഒഴിവാക്കി അന്യ രാജ്യങ്ങളിൽ, അന്യ സംസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആയിരക്കണക്കിലെ വിദ്യാർത്ഥികൾ പറ്റിക്കപ്പെടുന്നു. നിങ്ങൾ ഒരിക്കലും അത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യരുത്. അത് വേറെ കുറെ പേർക്ക് ഗുണമാണ്, നിങ്ങൾക്ക് ODL തന്നെയാണ്. മുബാറക് മാസ്റ്ററോട് പറയൂ, അതുകൊണ്ടുള്ള ഗുണം കൃത്യമായി നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരും. ഒരു അക്കാഡമിക് കൗൺസിലർ, ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് എന്തിനും ഏതിനും നല്ലതാണ്. ഒരു അഡ്വൈസർ, അതിലുപരി ഒരു കൈത്താങ് നൽകുന്ന ഒരു യഥാർത്ഥ തോഴൻ. ഈ വയസ്സാം കാലത്തിൽ മുബാറക് മാഷ് തോഴനോ? അതെ, മുബാറക് മാഷിന് എങ്ങനെ തോഴനാക്കുക? യെസ്, ഐ ആം ഫ്രണ്ട്ലി, നോ ഡൗട്ട് അറ്റ് ഓൾ. വളരെ ഫ്രണ്ട്ലി ആയി താങ്കൾക്ക് താങ്കളുടെ ജീവിത ഉദ്ദേശത്തിലേക്ക് കൈപിടിച്ചു വരാൻ സ്വാഭാവികമായും ഒരു അച്ഛനായി, ഒരു സുഹൃത്തായി, ഒരു സഹോദരനായി, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അർത്ഥത്തിലും ഉണ്ടാകും. പക്ഷെ നീതിക്കും സത്യത്തിനും മെരുങ്ങുന്ന തരത്തിൽ മാത്രമേ പ്രവൃത്തികൾ ഉണ്ടാവുകയുള്ളൂ. വളഞ്ഞ വഴിയിൽ താങ്കൾ പോകുകയാണ് എങ്കിൽ ചെവിക്ക് പിടിച്ച് നുള്ളി താങ്കളെ ഞാൻ പിടിച്ച് ഇവിടെ നിർത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ്, ഇന്ന കോഴ്സ് എടുക്കരുത് എന്ന് പറയുമ്പോൾ ആ കോഴ്സ് താങ്കൾ എടുത്താൽ അതിന്റെ ദോഷം താങ്കൾക്കാണ്.
അപ്പൊ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക, വളരെ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുക. അസൈൻമെന്റ് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തന്നു. ഐഡന്റിറ്റി കാർഡും റെഫറൻസ് മെറ്റീരിയലും ക്ലാസ്സുകളും താങ്കൾക്ക് കിട്ടണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഏറ്റവും സുപ്രധാനമായ ഈ സംഗതി എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് വിദഗ്ധരായ അക്കാഡമിക് കൗൺസിലർമാരുടെ മേൽനോട്ടത്തിൽ മാത്രമേ താങ്കൾ അഡ്മിഷൻ എടുക്കാവൂ. ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക്, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്, എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കണ്ണും പൂട്ടി താങ്കൾക്ക് വിശ്വസിക്കാവുന്ന സ്ഥാപനങ്ങളാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കുട്ടികൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പായി ചേർന്ന് പല തരത്തിൽ അവർ കാശുണ്ടാക്കാൻ വേണ്ടി പല തരത്തിൽ കുട്ടികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. വെറും 3500 രൂപ തരുന്ന കോഴ്സിന് 20,000 രൂപയെല്ലാം ഫീസ് വാങ്ങിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അവരെല്ലാം വിർച്വൽ അക്കാദമി ഓൺലൈൻ പ്രോഗ്രാം നടത്തുന്ന കുട്ടികൾ കോ കരിക്കുലർ ആക്ടിവിറ്റിയുടെ പരസ്യം ചെയ്യുന്നു. എന്താ ചെയ്യുക? കോ കരിക്കുലാർ എന്താ അറിഞ്ഞാലല്ലേ കോ കരിക്കുലാർ അറിയുകയുള്ളൂ. കരിക്കുലാർ ആക്ടിവിറ്റീസ് അറിഞ്ഞാലാണ് കോ കരിക്കുലാർ ആക്ടിവിറ്റീസ് അറിയുക. ആ കോ കരിക്കുലാർ ആക്ടിവിറ്റീസ് ഓൺലൈനിലൂടെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം, എന്താണ് അതിൽ തമാശ? പറയുന്നതിന്റെ ഗൗരവം വല്ലതും മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് B.Ed കഴിഞ്ഞ് M.Ed കഴിഞ്ഞ് അഡ്വാൻസ്ഡ് സൈക്കോളജീസ് കഴിഞ്ഞ് വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർ പറഞ്ഞിട്ട് പോലും പലതരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമപ്രായക്കാരായ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടികൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഓൺലൈൻ ലീലകളിൽ ചെന്ന് ബലിയാടാകല്ലേ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് വളരെ ഗൗരവമേറിയ ചില സംഗതികൾ പറയാം. ഇഗ്നോ ഇന്നവേഷൻ ക്ലബ്ബുകൾ നടത്തുന്നു. അപ്പൊ ഈ ഇന്നവേഷൻ ക്ലബ്ബുകളിൽ താങ്കൾക്ക് ജോയിൻ ചെയ്യാം. ഇതിനൊന്നും ഒരാൾക്ക് നിങ്ങൾ കാശ് കൊടുക്കണ്ട. കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഞങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ലിങ്കാണ് ആ കുട്ടികൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷന്റെ കാര്യമാണ് നിങ്ങൾക്ക് തരുന്നത്. ഉന്നത ഭാരത് അഭിയാന്റെ ക്ലാസ്സുകൾ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ട് ഈ ഓൺലൈൻ അക്കാദമികൾ വന്നിട്ട് ഇത്തരത്തിൽ അവർ നിങ്ങൾക്ക് തരുന്നു. ചിലർ ഫ്യൂച്ചർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു, ചിലർ പ്ലസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു, അങ്ങനെ പല 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 പേരിൽ അവർ അറിയപ്പെടുന്നു. അവരെല്ലാം നൽകുന്നത് ഇവർ ഇഗ്നോ നൽകുന്നതിനെ പൊതി മാറ്റി നിങ്ങൾക്ക് വേറെ ഒരു പൊതി ഇട്ടിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവർ തരുന്നത് എന്ന് മനസ്സിലാക്കുക. അവർ ഇഗ്നോ നൽകുന്ന പൊതി മാറ്റിയിട്ട് അവരുടെ ഒരു പൊതി ഇട്ടിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ തരുന്നത്. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കാതെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യരുത്. അതുപോലെ തന്നെ സ്വയം കോഴ്സസ്, ഞാൻ എത്ര വീഡിയോസിൽ അത് തന്നിട്ടുണ്ട്. സ്വയം കോഴ്സസ് നമ്മൾ ചെയ്യണം. ഇഗ്നോ സ്വയം പാർട്ട്ണറാണ്. അതിന് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് എന്നാണ് പറയുക. ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ഗവൺമെന്റും NGOസും നൽകുന്ന, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ MOE നൽകുന്ന ഇഗ്നോ അതിലെ ഒന്നാമത്തെ ഇനീഷ്യേറ്റീവ് പാർട്ട്ണറാണ്. അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലേണർ സപ്പോർട്ട് സെന്റേഴ്സ് നൽകുന്ന കുറെ കോഴ്സസ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. ആ ലേണർ സപ്പോർട്ട് സെന്റേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന കുറെ ഇൻഫർമേഷൻസ് ഉണ്ട്, അത് മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ഇഗ്നോ നൽകുന്ന പ്രൊഫഷണൽ, ടെക്നിക്കൽ, വൊക്കേഷണൽ, ട്രഡീഷണൽ, ഡിസിപ്ലിനറി, മാനേജ്മെന്റ്, കമ്പ്യൂട്ടിംഗ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, പ്യുവർ സയൻസസ്, ജേർണലിസം, സോഷ്യൽ സയൻസസ്, ലോ, അഗ്രികൾച്ചർ, എക്സ്റ്റൻഷൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളിലുള്ള ക്ലാസ് നമുക്ക് നൽകുന്നു. അങ്ങനെ എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ള ഏറ്റവും നല്ല ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭ്യമാവുന്നത് പ്രോഗ്രാം ഗൈഡുകളിലൂടെയാണ്. പ്രോഗ്രാം ഗൈഡ് നിങ്ങൾ തയ്യാറാക്കുക, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൽ ചില ഫോർമാറ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾ കലണ്ടർ സ്വയം നിങ്ങൾ ഉണ്ടാക്കുക, ഒരു സ്റ്റഡി കലണ്ടർ ഉണ്ടാക്കുക. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ പാംഫ്ലെറ്റുകൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നു. ഈ വീഡിയോയിൽ പല വീഡിയോസിൽ ഞാൻ തന്നിട്ടുണ്ട്. ലേണർ സപ്പോർട്ട് സെന്റേഴ്സിന്റെ ദൗത്യം എന്താണ്, റോൾ ഓഫ് അക്കാഡമിക് കൗൺസിലർ എന്താണ്, റോൾ ഓഫ് അക്കാഡമിക് സെഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭ്യമാണ്. പ്രാക്ടിക്കൽ ക്ലാസ്സസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ലഭിക്കുക, ഫീൽഡ് വിസിറ്റ് എങ്ങനെയാണ് ലഭിക്കുക, വർക്ക്ഷോപ്പ് എങ്ങനെയാണ് ചെയ്യുക, ഇന്റേൺഷിപ്പ് എങ്ങനെയാണ് ചെയ്യുക, പ്രോജക്റ്റ് സെമിനാർസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക, അസൈൻമെന്റിന്റെ പ്രത്യേകതകൾ എന്താണ്, ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കുറെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവാലുവേഷൻ സിസ്റ്റത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സെൽഫ് അസസ്മെന്റ് എക്സസൈസ്,
അതിന് സഹായിക്കുന്ന ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ, അതിന് സഹായിക്കുന്ന ക്ലാസുകൾ, അക്കാഡമിക് കൗൺസിലറിന്റെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസുകൾ, ട്യൂട്ടർമാർക്ക് അസൈൻമെന്റ്, പ്രാക്ടിക്കൽ അസൈൻമെന്റ്സ്, സെമിനാർ, വർക്ക്ഷോപ്പ്, എക്സ്റ്റൻഡഡ് കോണ്ടാക്ട് പ്രോഗ്രാംസ്, ഫീൽഡ് വിസിറ്റ്, ഇന്റേൺഷിപ്പ്, പ്രോജക്റ്റുകൾ, പ്രാക്ടിക്കൽ, ഇവയെല്ലാം കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് എപ്പോഴാണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ അഡ്മിഷൻ എടുത്ത് സെമസ്റ്റർ പ്രോഗ്രാംകാർ ഇനി 3 കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന് എഴുതിയെടുത്തോളൂ. അഡ്മിഷൻ എടുത്ത് സെമസ്റ്റർ പ്രോഗ്രാംകാർ അഡ്മിഷൻ എടുത്ത് 3ാമത്തെ മാസം, ആനുവൽ പ്രോഗ്രാംകാർ അഡ്മിഷൻ എടുത്ത് 9ാമത്തെ മാസം. 3 കാര്യം ചെയ്യണം. അപ്പൊ സെമസ്റ്റർകാർ അഡ്മിഷൻ എടുത്തതിന് ശേഷം 3ാമത്തെ മാസം, ആനുവൽകാർ അഡ്മിഷൻ എടുത്തതിന് ശേഷം 9 മാസത്തിനുള്ളിൽ ഈ 3 കാര്യം ചെയ്യണം. ഒന്ന്, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. എഴുതിയെടുത്തോളൂ. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. 2, എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്യണം. മറ്റൊന്ന്, നിർബന്ധമായും അടുത്ത സെഷനിലേക്ക്, അടുത്ത വർഷത്തിലേക്ക്, അടുത്ത സെമസ്റ്ററിലേക്ക് രജിസ്റ്റർ ചെയ്യണം. ഈ 3 കാര്യം ഓർക്കണം. അസൈൻമെന്റ് വെക്കണം, എക്സാമിന് അപ്ലൈ ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അടുത്ത സെഷൻ, അടുത്ത സെമസ്റ്റർ, അടുത്ത വർഷത്തേക്ക് രജിസ്റ്റർ ചെയ്യണം. ഈ 3 കോഴ്സ് തുടങ്ങിയ 3ാം മാസത്തിനുള്ളിൽ, 9ാം മാസത്തിനുള്ളിൽ ചെയ്യണം. ഇപ്പോൾ ഈ മാസം ഇതെല്ലാം നടക്കുന്ന മാസമാണ്. അഡ്മിഷന്റെ മാസമാണ്, രജിസ്ട്രേഷന്റെ മാസമാണ്, അസൈൻമെന്റ് വെക്കേണ്ടതിന്റെ മാസമാണ്, മാത്രമല്ല ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കേണ്ട മാസമാണ്. ഇത്രയും സംഗതികൾ ചെയ്യേണ്ടതാണ്. കൂടുതൽ ഇൻഫർമേഷൻസ് താങ്കൾക്ക് ഇനിയും ആവശ്യമാണ് എങ്കിൽ ഇതിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ താങ്കൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും താങ്കൾക്ക് ലഭിക്കും. അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു കാര്യം പറയാനുള്ളത്, കോമാളിത്തരം ഒരു കാരണവശാലും ചെയ്യരുത്. ഈ 10 രൂപക്ക് 5 രൂപക്ക് വാങ്ങിക്കുന്ന PDF അസൈൻമെന്റ് ഒക്കെ വായിച്ചാൽ 0 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ആ 0 മാർക്കിന്റെ പരിപാടിക്ക് ഒരു കാരണവശാലും നിൽക്കരുത് എന്നുള്ളത് നിങ്ങളോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇനി നിങ്ങൾക്ക് തിയറി എക്സാമിനേഷന്റെയും പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെയും പ്രോജക്റ്റുകൾ ഉള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. ഇഗ്നോ നൽകുന്ന സ്കോളർഷിപ്പുകൾ, അതുപോലെ തന്നെ നാഷണൽ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് തരുന്ന സ്കോളർഷിപ്പുകൾ നിങ്ങൾ അർഹത ഉണ്ട് എങ്കിൽ അതിനുള്ള സഹായം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇഗ്നോയ്ക്ക് മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് മൾട്ടിപ്പിൾ എക്സിറ്റ് ഉള്ള പ്രോഗ്രാമുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. മൾട്ടിപ്പിൾ എൻട്രി ഉണ്ട്, മൾട്ടിപ്പിൾ എക്സിറ്റ് ഉണ്ട്, അഥവാ ലാറ്ററൽ എൻട്രി ഉണ്ട്, ലാറ്ററൽ എക്സിറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ചേഞ്ച് ഓഫ് എലക്ടീവ്സ്, ചേഞ്ച് ഓഫ് കോഴ്സസ് അത് ഇഗ്നോ സാധ്യമാക്കുന്നു എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും മാറ്റമുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിലെ പേര് തിരുത്തണമെങ്കിൽ, ഇമെയിൽ തിരുത്തണമെങ്കിൽ, അഡ്രസ്സ് തിരുത്തണമെങ്കിൽ, ചിലപ്പോൾ തെറ്റുവന്ന എന്തെങ്കിലും തിരുത്തണമെങ്കിൽ, റീജിയണൽ സെന്റർ മാറ്റണമെങ്കിൽ, സ്റ്റഡി സെന്റർ മാറ്റണമെങ്കിൽ, ഇതിനെല്ലാം തന്നെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ നോട്ട്സിലെ വീഡിയോയിലുള്ള നമ്പറിലേക്ക് താങ്കൾ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. താങ്കൾക്ക് എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ഇവിടുന്ന് ലഭ്യമായിരിക്കും. ആരെയൊക്കെയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ കൃത്യമായി താങ്കളുടെ ഇൻഫർമേഷൻസ് താങ്കൾക്ക് വന്നിട്ടുണ്ടാകും. അത്തരത്തിലുള്ള എല്ലാ കൃത്യമായ പരിപാടികളും താങ്കൾ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ നന്മകളും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2 കാര്യവും കൂടി പറഞ്ഞ് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിടവാങ്ങുന്നു. ഇതിൽ തന്നിരിക്കുന്ന കുറെ ഇൻഫർമേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ക്യാൻ യു ടെൽ മീ ഇൻ വിച്ച് ഓർഗനൈസേഷൻ ഐ ക്യാൻ വർക്ക് ആഫ്റ്റർ സ്റ്റഡിയിങ് MSc CFT കൗൺസിലിംഗ് ഇൻ ദിസ് ഇഗ്നോ യൂണിവേഴ്സിറ്റി? സാന്ദ്ര, നിങ്ങൾ ഈ ഇഗ്നോയിലെ പഠിക്കുന്നു എങ്കിൽ, MSc CFT പഠിക്കുന്നു എങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. ലോകോത്തര നിലവാരമുള്ള MSc കൗൺസിലിംഗ് ഏത് ഹോസ്പിറ്റലിലും നിങ്ങൾക്കൊരു കൗൺസിലറായി ജോലി ചെയ്യാം. എനിക്ക് വയസ്സ് 58.
എനിക്ക് വേണമെങ്കിൽ ജൂബിലി മിഷനിലെ ഒരു അവിടെ PROനെ ചെന്ന് കാണാം, പാലന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എനിക്ക് വേണമെങ്കിൽ പോകാം, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജുകളിൽ പോകാം, ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ പോകാം, ഏതെങ്കിലും സൈക്കോളജി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനത്തിൽ വേണമെങ്കിലും പ്രവർത്തിക്കാം, ഒരു ഇൻഡിവിജ്വൽ കൗൺസിലറായി വർക്ക് ചെയ്യാം, ഒരു ടീം കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാം, ഏത് മേഖലയിലേക്ക് വേണമെങ്കിലും നമുക്ക് പോകാവുന്നതാണ്. അത് താങ്കളുടെയും കൂടി ടേസ്റ്റ് പ്രിഫറൻസസ് അനുസരിച്ചാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ MSWC സ്റ്റഡി മെറ്റീരിയൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന്. ഇഗ്നോയുടെ എല്ലാ പ്രോഗ്രാമിനും വളരെ വലിയ യൂണിവേഴ്സിറ്റിയാണ്. 3.5 ലക്ഷം കുട്ടികൾക്ക് ഒരു ബുക്കിന് 150 പേജ് എന്ന് കരുതുക, അല്ലെങ്കിൽ 200 പേജ്. അങ്ങനെ 1000 കുട്ടികൾ ഉണ്ടെങ്കിൽ എത്ര പേജ് പ്രിന്റ് ആകണം? അത് കുട്ടികൾക്ക് മുഴുവനും അയച്ചു കൊടുക്കണം. 14 ഏക്കറോളം വിസ്തൃതിയുണ്ട് ഈ ബുക്ക് ഡിവിഷൻ ഏരിയ ഇഗ്നോയുടെ ന്യൂഡൽഹിയിലെ ആസ്ഥാനത്തിൽ മൈതാൻ ഗാർഹിയില്. 14 ഏക്കറോളം വിസ്തൃതിയിലെ 10-15 ബിൽഡിങ്ങില് വളരെ വലുതായിരിക്കുന്ന ഒരു ഡിവിഷനാണ് ബുക്ക് ഡിവിഷൻ. അവിടെ നിന്ന് ഡെയിലി വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വിൽപ്പന ചെയ്യുന്നത് ഇഗ്നോവാണ്. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിലൂടെ ഏറ്റവും കൂടുതൽ ഡെലിവറി ആകുന്ന മെറ്റീരിയൽ നൽകുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഇഗ്നോവാണ്. ഇഗ്നോയുടെ മെറ്റീരിയൽ ആണ് ഇന്ത്യൻ പോസ്റ്റിലൂടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ചിലർ പറയുന്നു സാർ വോയിസ് കേൾക്കുന്നില്ല, സാർ വോയിസ് മ്യൂട്ടാണ് എന്ന് ചിലർ പറയുന്നു. മ്യൂട്ട് ആയിരിക്കില്ല, മ്യൂട്ട് ഓൺ ആണ്. പക്ഷെ അത് എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. സൗണ്ടിന് എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എനിക്ക് വേറെ ഒരു ടെക്നിക്കിലൂടെ താങ്കളുടെ അടുത്തേക്ക് വരേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ നിന്ന് ഞാൻ സ്നേഹപൂർവ്വം വിടവാങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ MNotes താങ്കൾ ബന്ധപ്പെടാവുന്നതാണ് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.